നമ്മുടെ ഇന്നത്തെ അതിഥി നിരവധി ആൽബങ്ങളിലൂടെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ യുവാക്കളുടെ ഇഷ്ടതാരം അസിമോളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമ്മുടെ ടോക്കിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ഒരു ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് താങ്കളുടെ ആൽബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രംഗത്തേക്ക്, ആൽബത്തിലേക്ക് കടന്നു വരവ് എങ്ങനെയായിരുന്നു? കടന്നു വരുമെന്നല്ലെങ്കിൽ അത് വലിയൊരു സ്റ്റോറിയാണ്. ചെറിയൊരു ഇതാക്കിയിട്ട് പറയാം. ഓൾമോസ്റ്റ് ഞാൻ ഈ ആക്ടിങ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ ഈ ടിക്ടോക്ക് അങ്ങനത്തെ സംഭവം ചെയ്യുന്നതല്ലാതെ ഈ ഇങ്ങനെ ആക്ടിങ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഓൾമോസ്റ്റ് ഞാൻ ജോബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അക്കൗണ്ടൻ്റായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സെയിൽസ് ഗേൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എന്തെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ ഞാൻ ചിലവിന് കൊടുക്കണം, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പണിയെടുക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ നമ്മളെ ഈ കോവിഡ് വന്നിട്ടാകുമ്പോൾ പണി കട്ടായി. പിന്നെ അവിടെ സെയിൽസുകളൊന്നും വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി അവർക്ക്. അപ്പം എൻ്റെ പണി ഏകദേശം പോയി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, വേറെ ആരും പണിയൊന്നുമില്ല എവിടെയും. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടാകുമ്പോൾക്ക് ഇങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ട് കുദാ ഷാഹുലിൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ ഉണ്ടായിന്. കാസർഗോഡ് നിന്ന് ഒരു ആക്ട് ചെയ്യാനുള്ള ഒരാളെ കിട്ടുമോ എന്നുള്ളതിൽ. അപ്പോൾ ഓളെന്നെ നമ്പർ എടുത്തിട്ട് ഓളയിലേക്ക് വിളിച്ചിട്ട് എൻ്റെ 1-2 ടിക്ടോക്സ് അയച്ചിട്ടായിട്ട് പറഞ്ഞു ഓൾ നന്നായിട്ട് ആക്ട് ചെയ്യും, പിന്നെ കാസർഗോഡാണ്, അങ്ങനെ എല്ലാം എന്നോട് പറഞ്ഞിട്ടാകുമ്പോൾ ഷാഹുൽ പറഞ്ഞ് ഓക്കെ ഒന്ന് നമുക്ക് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് എന്നോട് വന്നിട്ട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, കുറേ വേണ്ട ഞാനുള്ള പറഞ്ഞു. പിന്നെ ഒരു ഇൻവെസ്റ്റ് മീൻസ് ഒരു ഫിനാൻഷ്യലി നോക്കിയിട്ടാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നതല്ല, അതൊരു പാഷനല്ല ആക്ടിങ്. എന്നിട്ട് ഞാൻ അവനക്ക് വിളിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് ഈ ടിക്ടോക്കിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടാ, അല്ലെങ്കിൽ മീൻസ് ഫിൽറ്ററിൽ വെച്ച് ചെയ്യുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, നമുക്കൊന്ന് നേരിട്ട് കാണാം, കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ എങ്കിലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് അങ്ങനെ ഫസ്റ്റത്തെ വർക്ക് മുഹബത്താണ് അവനോട്, അത് ഓക്കെ പറഞ്ഞ് അങ്ങനെ അത് ചെയ്ത്. അതായത് ഓനാണ് കുദാ ഷാഹുൽ വഴിയാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പാഷൻ പോലെ വന്നതല്ല ആക്ടിങ്ങിലേക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി മീൻസ് ഒരു ഫിനാൻഷ്യൽ അങ്ങനെ വന്നതാണ്. പിന്നെ ആക്ടിങ്ങിൽ വലിയൊരു പാഷൻ ഉണ്ട് ആളല്ലേ. ഈ നമ്മുടെ പറഞ്ഞ ഫസ്റ്റ് പ്രോജക്റ്റ് മുഹബത്താണ് അവനോട് അല്ലേ, അതിനെ കുറിച്ചിട്ട് മുഹബത്താണ് അവനോട് അതിപ്പോഴും ഓർമ്മിക്കുമ്പോൾ നിരവധി ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റിലേതായിരുന്നു അത് ഓർമ്മിക്കുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാതെ ചെയ്തൊരു വർക്കാണ്. ബാക്കിയെല്ലാം നമ്മളോട് വിളിച്ച് പറയും, ആൾക്കാർ പ്രൊഡ്യൂസറും ഡയറക്ടറും ബാക്കിയുള്ള എല്ലാം അങ്ങനെ പറയും. ഇത് എക്സ്പെക്ട് ചെയ്യാതെ, അതും പിന്നൊന്ന് അറിയാലോ മുസ്ലിം ഗേൾ ആകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ. അപ്പോൾ എൻ്റെ ഫാമിലീസ് ആരും സപ്പോർട്ടില്ലാതെ ചെയ്തൊരു വർക്കാണ് ഞാൻ. അപ്പോൾ പിന്നെ അത് ഇറങ്ങുമ്പോൾ എന്താവും, ആൾക്കാരുടെ റിയാക്ഷൻ എന്താവും, അതെല്ലാം പേടിച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. അത് ഇന്ന ഡേറ്റിൽ ഇറങ്ങും, റിലീസ് ആവും എന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ റിലീസ് ആയിട്ടാകുമ്പോക്ക് അത് കാണുന്നതിനെക്കാട്ടിയും പേടിയാണ്, ആൾക്കാരെന്ത് പറയും ഒരാൾക്കും. ഞാൻ എന്തും ചെയ്യുമ്പോഴേക്കും എൻ്റെ ഉമ്മാനോട് പറയും. ഉമ്മാനോട് മാത്രമേ പറയേണ്ട ആവശ്യം അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഫാമിലീസ് വിട്ട് അത് ചെയ്തിട്ട് ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്തത് ആൾക്കാർ എന്ത് പറയും, ഇതാക്കും, അങ്ങനെ ഫസ്റ്റായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതല്ലേ. അങ്ങനെ അത് റിലീസായിട്ട് അമ്പൾക്ക് വിചാരിച്ച പോലെ പ്രശ്നമുണ്ടായിരുന്നു, ഫാമിലീസിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സപ്പോർട്ട് കിട്ടി എനിക്ക്, അതിൽ ഭയങ്കര സപ്പോർട്ട് കിട്ടി. ആരുടെയൊക്കെ സപ്പോർട്ട് കിട്ടി? ഫാമിലിയുടെ എങ്ങനെയായിരുന്നു, സുഹൃത്തുക്കളുടെ ഭാഗത്ത് എങ്ങനെയായിരുന്നു, എന്താണ് ഫസ്റ്റ് സാധനം റിലീസ് ചെയ്തപ്പോഴുള്ളൊരു? ഫാമിലിൻ്റെ അടുത്തൊന്നും ഒന്നും കിട്ടില്ല, നോക്കിയിട്ട് കാര്യമില്ല. ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ പ്രൊമോഷൻ ചെയ്ത് അവർക്ക് നന്നായിട്ട് കയറി. പക്ഷെ ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ വരുമ്പോഴേക്കുള്ള ചെറിയൊരു നെഗറ്റീവ്സും കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കും ഭയങ്കര നെർവസായി അത് കണ്ടിട്ടാകുമ്പോൾ. ഞാൻ ഷാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ ഇങ്ങനെ ഭയങ്കര ബാഡ് കമൻറ്റ്സ് എനിക്ക് എന്തോ പോലെ അങ്ങനെ അപ്പോൾ പറഞ്ഞത് ആ റാങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു മുസ്ലിം ഗേൾ വരുമ്പോഴേക്ക് ഉണ്ടാകുന്നതാണ്, അത് മൈൻഡ് ചെയ്യണ്ട, നിൻ്റെ ആക്ടിങ് ഓക്കെയാ, നിനക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഇത് തന്ന്. അങ്ങനെ അത് ഇറങ്ങിയിട്ടാകുമ്പോൾ ഫാമിലീസ് കുറച്ചെന്തെല്ലാം പറഞ്ഞ്. പക്ഷെ അത് ഇറങ്ങിയതിലൂടെ ഭയങ്കര സപ്പോർട്ട് കിട്ടി എനിക്ക്. ഇൻസ്റ്റാഗ്രാമിലായെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാൻ, പുറത്ത് പോയിട്ട് നമുക്ക് ഇത് നീ അല്ലേ എന്നുള്ള അറിയാൻ ചോദിച്ചു തുടങ്ങി ആ ഒരു വർക്കിൽ. ബാക്കിയുള്ള വർക്ക് ഇപ്പോൾ കുറേ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും
ആൾക്കാർക്ക് ഫസ്റ്റായിട്ട് അറിയുന്നത് ഇന്ന ആളെന്ന് അറിയുന്നത് ആ ഒരു വർക്കിലാണ്. അത് ഏകദേശം ഇപ്പൊ 90 മില്യൺ, അത് 9 മില്യൻ്റെ അടുത്ത് കയറി, വർക്കും നന്നായിട്ട് കയറി. അതോടൊപ്പം ഇപ്പൊ ഒരുപാട് നിരവധി ചെയ്ത് കഴിഞ്ഞു, നിരവധി അതിനുശേഷം നിരവധി ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിലേറെ ഇഷ്ടപ്പെട്ടതാ ഇപ്പോൾ ഇങ്ങോട്ട് ചെയ്തു വന്നതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതാണ്? ഇപ്പോഴും നമുക്ക് ചെയ്തതിൽ ഏറ്റവും സ്വീകാര്യമായത് അല്ലെങ്കിൽ സ്വയം ഇഷ്ടമെന്ന് തോന്നുന്നത് ഏതാണ്? ഇഷ്ടം എന്ന് ചോദിച്ചെങ്കിൽ എല്ലാം ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ഡയറക്റ്റ് ചെയ്ത വർക്കും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ഫേവറേറ്റ് എന്ന് ചോദിച്ചെങ്കിൽ എപ്പോഴും ഞാൻ ഫസ്റ്റ് ചെയ്തൊരു വർക്കാണ്. അത് എനിക്ക് അത്രത്തോളം എന്താ പറയുന്ന വർക്ക് പിന്നെ വന്നതും എല്ലാം ആ ഒരു വർക്ക് കണ്ടിട്ടാണ്. എല്ലാം ഇഷ്ടമാണ്. എന്നാലും കുറച്ച് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. നിലവിൽ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടാണ് ഇതിൽ കടന്നു വന്ന് പറഞ്ഞു. ഈ സ്കൂൾ കാലഘട്ടം നമ്മുടെ കലാലയ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ഈ രംഗത്ത്, അഭിനയ രംഗത്ത് അല്ലെങ്കിൽ ഗാനം, ഇങ്ങനെയൊക്കെ ഈ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു? സ്കൂളിൽ എല്ലാത്തിനും ഈ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയല്ല വരുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ്. മീൻസ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പാട്ടായെങ്കിലും ഡാൻസ് ആയെങ്കിലും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഡ്രാമ ആയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യും. അതായത് ഇങ്ങനത്തെ കാര്യത്തിൽ മുമ്പ് ഉണ്ടായിരുന്നു. ഇത് ഒപ്പനക്കുള്ള സ്റ്റേറ്റ് അങ്ങനെല്ലാം പോയിട്ടുണ്ട് ഞാൻ. പിന്നെ സോങ്ങിനായെങ്കിലും സ്റ്റേറ്റ് അങ്ങനെയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ഇല്ലാത്ത കൊണ്ട് കുറച്ച് ബാക്ക് ആക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അവസ്ഥ അനുസരിച്ചിട്ട് ജോബിലേക്ക് മാറി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞു ഒന്ന് ചെയ്തപ്പോഴുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും പിന്നീട് അതിൻ്റെ ഒരു സമൂഹത്തിൽ സ്വീകരിച്ചതും പിന്നീട് എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. ഇപ്പോഴും അതിനുശേഷം വർഷം ഒന്ന് കഴിയുമ്പോൾ ഇപ്പോഴും കുറേ ചെയ്തപ്പോഴുള്ള ഒരു സംതൃപ്തി എങ്ങനെയാണ്? ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴുള്ള ഒരു എന്താണ് നിലവിൽ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കുറച്ച് കമൻസ് ബാഡ് കുറഞ്ഞ്, ആൾക്കാർക്ക് ഏതോ ഒന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് കുറേ ആൾക്കാർ, കുറേ ഗേൾസ് ആയെങ്കിലും ബോയ്സ് ആയെങ്കിലും അസീത്ത എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടല്ല, അതിപ്പോൾ നോക്കിയിട്ട് എന്ത് കാര്യം? നമുക്ക് വരുന്ന വർക്ക് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കൊരു നിലവിൽ ചെയ്തതിൽ തന്നെ പേരായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജോഡികളായിട്ട് ചെയ്ത കുറേ ഉണ്ടായിരുന്നു, ഏറെ ശ്രദ്ധിക്കപ്പെട്ടെ. അതിനെ കുറിച്ചിട്ട് ഏതാണ് അതിൽ കുറിച്ച് പറയാനുള്ളത്? പേരായിട്ട് ഞാൻ പിന്നെ കുറേ ആളെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഞങ്ങൾക്ക് കുറച്ച് ടീം വർക്കാണ് ചെയ്യല്. ഇങ്ങനെ ഒന്നിച്ചിട്ട് ടീം വർക്കാണ് കൂടുതലും ചെയ്യല്. പക്ഷേ ഈ മുഹബത്താണവനിലൂടെ ഖുദാ ഷാവുലിൻ്റെ ഒന്നിച്ച് വന്ന് പിന്നെ ഷാവുലായിട്ടുള്ള പേരാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായത്. എപ്പോഴും കമൻറ്റ് ബോക്സിലായെങ്കിലും പിന്നെ നമുക്ക് പേഴ്സണലി ആയെങ്കിലും മെസ്സേജിലായെങ്കിലും എങ്ങനെയായെങ്കിലും ആൾക്കാർ പറയുന്നത് ഷാവുലിൻ്റെ ഒന്നിച്ചിട്ട് വാ, ഷാവുലിൻ്റെ ഒന്നിച്ചിട്ടുള്ള ഒരു പേര് ആൾക്കാർക്കൊരു ഇഷ്ടമാണ്. അത് എല്ലാവരെ പോലെ തന്നെ ഈ ചെയ്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റോൾ മോഡലായിട്ട് നമുക്ക് ആരെങ്കിലും കാണാറുണ്ടോ? ഇപ്പോൾ ഫിലിമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയെയോ എങ്ങനെയെങ്കിലും ആ രീതിയിൽ റോൾ മോഡലായിട്ട് മുന്നിട്ട് വെക്കാറുണ്ടോ? റോൾ മോഡലായിട്ട് ഞാൻ അറിയാം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഫിലിമിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്തോ നമുക്ക് ഞാനാവാനാണ് ഇഷ്ടം. ഓക്കെ. ഒപ്പം നമ്മൾ ഇങ്ങോട്ട് ചെയ്തു വരുമ്പോഴും പറഞ്ഞു ഡയറക്ഷൻ പോലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. അതിനെക്കുറിച്ച് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ഞാനാണ്. റൗഡി ബേബി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വർക്ക് ഇറങ്ങിയത് എൻ്റെ. അപ്പം അതിൽ ഒരു ആക്ട് ചെയ്തിട്ട് പോകുന്നതിൻ്റെ കഷ്ടം അത്രയില്ല. നമ്മൾ രാവിലെ വന്ന് ആക്ട് ചെയ്ത് പോയി, അത് മാത്രമേ അതിൽ നമുക്ക് ഉള്ളൂ. പക്ഷെ ഒരു വർക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്കുള്ള കഷ്ടപ്പാട് അതിലൂടെ അറിഞ്ഞു. പക്ഷെ വർക്ക് നല്ലോണം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഹാപ്പിയാണ്. വീണ്ടും ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടോ? ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു ടീമുണ്ട്, അവരായിട്ട് ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും അങ്ങനെ ടീം വർക്ക് ചെയ്യും. നമ്മുടെ ഈ താൽ ബോയ്സ് ടീമുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വരുമ്പോൾ നമ്മളെ തൻസിക്കാൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർക്കിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഓൾമോസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കോവിഡിൻ്റെ ആ ഒരു പ്രശ്നമായി കൊണ്ട് എടുക്കാൻ പറ്റിയിട്ട. പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ തൻസിക്ക എന്നല്ല പറഞ്ഞെങ്കിൽ എത്രയോ ബാക്ക് ഇൻഡസ്ട്രിയിലുണ്ട് ഒരാളാണ്. നമ്മൾ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് 1 year ആയി. ഈ മുഹബത്താണ് ചെയ്തിട്ട് 1 year ആയി. എന്നെ കാണുന്നത് തൻസിക്ക കാസർഗോഡ് വന്നിട്ട് നമ്മളൊരു ടീം വർക്കിലാണ് ഫസ്റ്റ് കാണുന്നത്. പക്ഷെ തൻസിക്കാനെ ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ ബാക്കിലുണ്ട് ആൾക്കാർ അങ്ങനെ ഒന്നുമല്ല ബിഹേവ്. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇതാക്കും. പിന്നെ നമുക്ക് പേടിയാണെങ്കിൽ അല്ലെങ്കിൽ നെർവസ് ആയെങ്കിൽ ആള് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വന്നാൽ മതി, ഇങ്ങനെ വന്നാൽ മതി, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആള്. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ആള്. ഒപ്പം പാട്ട് അല്ലേ, സ്റ്റേറ്റിൽ ഉൾപ്പെടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടും മറ്റൊക്കെ അല്ലേ. ഈ പാട്ട് രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടി. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ മുമ്പേ പാട്ട് സ്കൂളിലായെങ്കിലും എല്ലാം പാടും. ഈ ഒപ്പന പാട്ട് മറ്റു ചില എല്ലാ പാട്ടും ഞാൻ
പാടുന്നുണ്ടായിന്. അങ്ങനെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അത് കുറേ ലോങ് ആയി. സ്റ്റേറ്റ് കുറച്ച് നമുക്ക് പിന്നെ പോയിട്ട് വരുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് വിട്ടതാണ് ഞാൻ. ഈ ഒപ്പന കായങ്ങൾ അങ്ങനെ എല്ലാം പോയിട്ടുണ്ട്, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ തൻസിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓൺ വോയിസ് പാടുന്നുണ്ടാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പാടിത്തരാം, നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ പാടാന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ച് നോക്കി. തൻസിക്ക പറഞ്ഞു ഓക്കെ പാടാന്ന് പറഞ്ഞിട്ട് താൽ ബോയ്സ് വിഷനിൽ തന്നെ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു രണ്ടുപേര് നമുക്കിവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അത് പാടാൻ പറ്റില്ല. ബിക്കോസ് എന്തെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വന്ന ഒരു പാട്ടിന്റെ ലിറിക്സ് ചേഞ്ച് ആക്കിയിട്ട് തന്നതാണ് എനിക്ക്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പാടിയതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു മധുര സോങ് ആണ് പാടിയത്. അത് ലിറിക്സ് ഓക്കെ. നമ്മൾ ഇനിയിപ്പോഴും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാം അല്ലേ? അതിന് അങ്ങനെ ഒരു മനസ്സിൽ കഥാപാത്രം ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്തത് എൻ്റെ വർക്കിലായിരുന്നു. റൗഡി ബേബി മീൻസ് ഞങ്ങൾക്കൊരു ലൈക്ക് മീൻസ് ഒരു ബോൾഡായിട്ടുള്ള അങ്ങനെ ചെയ്യണം. മീൻസ് ഞാൻ ഒരു നോർമൽ ലൈഫിലായെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൊരു പാവായിട്ട് ഇരുന്നിട്ട് എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പാവായിട്ട് ഇരുന്നിട്ട് നമുക്ക് കിട്ടിയ തിരിച്ചടിയും കുറച്ച് ബോൾഡായിട്ട് നിന്നിട്ട് നമുക്ക് കിട്ടിയ തിരിച്ചടിയും രണ്ടാണ്. അപ്പോൾ നമുക്ക് ബോൾഡ്നെസ് കീപ്പ് ചെയ്യേണ്ട വന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഇപ്പോൾ എൻ്റെ കാര്യമായെങ്കിലും ഫാമിലീസിൻ്റെ കാര്യമായെങ്കിലും നമുക്കൊരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യേണ്ട വന്ന്. അപ്പോൾ ആൾക്കാർ പറയാൻ പലതും ഉണ്ടായിന്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയാൻ പലതും ഉണ്ടായിന് ഈ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുമ്പോഴും. അത് പിന്നെ മുസ്ലിം ഗേൾസ് വരുമ്പോഴേക്കുള്ള ഒരു ഇതാണ്. അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു അവസ്ഥ പ്രകാരം വന്നതാണ്, പാഷനായിട്ട് വന്നതല്ല. പിന്നെ ഒരു ക്രൈസായി അങ്ങനെ ചെയ്ത്. പക്ഷെ ബോൾഡ്നെസ് ആണ് എപ്പോഴും നമുക്ക് ചെയ്യാൻ ഒരു താല്പര്യം. നമ്മളിപ്പോഴും പറഞ്ഞു ഒരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം കൊണ്ടാണ് ഇതിൽ കടന്നു വന്നത്. പിന്നെ അത് സ്വീകരിക്കപ്പെട്ടു, നിരവധി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായങ്ങളിൽ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിനോടുള്ള പല പരാതികളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ചെയ്തു വന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടപ്പോൾ വലിയ ലൈക്ക് കിട്ടിയിട്ടുണ്ട്, വിമർശനങ്ങളായാലും അപൂർവമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കുന്നു? അതന്നെ മുസ്ലിം ഗേൾസ് ആകുമ്പോൾക്ക് പിന്നെ ആൾക്കാർ പറയാൻ പലതും ഉണ്ടാവും. പക്ഷേ ആൾക്കാർ അംഗീകരിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കായെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ള സൈഡായിട്ടുള്ള പിന്നെ ടിക്ടോക്സ് അങ്ങനത്തെ ആയെങ്കിലും ബാക്കിയുള്ള ഡ്രസ്സും കാര്യമെല്ലാം നീറ്റായിട്ടാണ് ചെയ്യുന്നുണ്ട്. പറയാനത്തക്കത്ത ഒരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഫിഡൻറ്റ് ഉണ്ട് എനിക്ക്, അതിൻ്റെ ഒരു കോൺഫിഡൻറ്റ്. ആൾക്കാർക്ക് കാണിക്കാൻ പറ്റാത്ത വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പല കമൻസും പല ബാഡ് കമൻസും ടിക്ടോക്ക് ചെയ്യുന്ന മുതലേ ഉണ്ട്. ഓരോന്നും മൈൻഡ് ചെയ്യില്ല. എന്താ പറഞ്ഞെങ്കിൽ പറയുന്ന ആൾക്ക് എന്തും പറയാം. നമ്മളൊരു സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കാതെ ആൾക്കാർ പലതും പറയുന്നത്. പക്ഷെ ഞാനത് എല്ലാം ഞാൻ കേൾക്കൂല. അങ്ങനെ നമുക്കറിയുമല്ലോ, എനിക്കറിയും ഞാൻ എങ്ങനെയുള്ളത്. അതുപോലെ തന്നെ എന്നെ അറിയുന്ന ആൾക്കറിയും. എൻ്റെ ഫ്രണ്ട്സിനായെങ്കിലും എൻ്റെ മെയിൻ എൻ്റെ ഉമ്മക്കായെങ്കിലും ഞാനിപ്പോൾ പോയിട്ട് നൈറ്റാണ് ഞാൻ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഉമ്മക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഞാനിപ്പോൾ വർക്ക് പ്രകാരം കുറേ ഗേൾസിൻ്റെ ഒന്നിച്ചിട്ടില്ല, ബോയ്സിൻ്റെ ഒന്നിച്ചിട്ടാണ് ഞാൻ ഉണ്ടാവല്. മീൻസ് ഡയറക്ഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ബ്രദറിനായെങ്കിലും എൻ്റെ ഉമ്മക്കായെങ്കിലും ഒരു പേടി ഉണ്ടാവില്ല. ബിക്കോസ് എന്നെ അവർക്കറിയും, അതുപോലെ എനിക്കും അറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഓരോരോ സമയത്ത് ഭയങ്കര ടെൻഷനാവും. ടെൻഷനല്ല, ഭയങ്കര കാണാൻ ഭയങ്കര ടച്ചാവും. നമ്മ ഒരു ചെയ്യാത്ത കാര്യം നമ്മളെ കുറിച്ചിട്ട്. എന്തായാലും നമ്മുടെ ഇവിടെ ഈ പ്രേക്ഷകർ ഒരുപാട് പേര്, ആയിരക്കണക്കിന് മാത്രമല്ല അല്ലേ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ താങ്കളുടെ ആൽബങ്ങൾ കണ്ടു, അത് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഈ പിന്നെ താങ്കളുടെ ഫാമിലിയെക്കുറിച്ച് അറിയാൻ. കാരണം താങ്കൾ ഒരുപാട് പറയുന്നത് ഉമ്മയുടെ വലിയ സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ടും കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ്? ഉമ്മാൻ്റെ വലിയ സപ്പോർട്ട് എന്നല്ല, ഉമ്മ ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എൻ്റെ ഉമ്മക്കാരൻ നെഗറ്റീവ് ഒന്നും ചെയ്യൂല എന്നുള്ളത്. ഒരു വർക്കായെങ്കിലും അതിൽ ചെയ്യുന്നത് ആക്ടിങ് ആണ്. നമ്മ പിന്നെ ഒരു ബോയ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ആക്ടിങ് ആയിട്ട് കാണാനുള്ള ഒരു ഇത് അവർക്കുണ്ട്. അത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈസേ ഞാൻ ചെയ്യലുള്ളൂ എന്തും. അപ്പോൾ അതിൽക്ക് പിന്നെ വേറെ നെഗറ്റീവും കാര്യവും അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഫാമിലീസിൻ്റെ മീൻസ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും നോക്കും, അവരെന്താണ് പറയുന്നതെന്ന് നോക്കും. പിന്നെ ബാക്ക് ഫാമിലീസ് അവരെ കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ നോക്കലില്ല. ഓക്കെ. കൂടാതെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ സ്കൂളിൽ കോളേജിലെല്ലാം പഠിച്ച ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതലും. പക്ഷെ ഇപ്പോൾ ഈ ഒരു രംഗത്ത് ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടി, കൂടുതലായിട്ട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും
ഇതിൽ കിട്ടിയ ഒരു എന്താ പറയുന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ വർക്ക് വന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ പ്രൊമോഷൻ ചെയ്യാനും ഒന്നിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് കട്ട ഫ്രണ്ട്സ് ഉണ്ട്, അവരുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം കൊണ്ടുപോയിട്ട് സപ്പോർട്ടാക്കി അങ്ങനെ പറയണം. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾ കാണുമല്ലോ വർക്ക്, പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് കണ്ടിട്ട് എന്ത് കാര്യം. അൻസിയുടെ ഈ ഇത്ര ഇതിലിടപെടലും ഇതിലെ അഭിനയം ഒക്കെ കണ്ടിട്ട് മറ്റു സുഹൃത്തുക്കൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? കാരണം അവർക്കൊരു മോട്ടിവേഷനായിട്ട് തീർന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ മോട്ടിവേഷൻ ഞാൻ ചെയ്യലില്ല. ബിക്കോസ് ഞാൻ വന്നത് തന്നെ അറിയല്ലോ സമൂഹത്തിന്റെ ഒരു പോക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഇതിലേക്ക് ഞാൻ ചെയ്തിട്ട്, ബിക്കോസ് അവരും വരണമെന്നൊക്കെ ഭയങ്കര നല്ല ഒരു ആഗ്രഹമുണ്ട് ഒന്നിച്ച് അങ്ങനല്ലോ. പക്ഷെ ഞാൻ വന്നതിന് തന്നെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. അപ്പോൾ അവരും കൂടി ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ട് വന്നെങ്കിൽ അതും എൻ്റെ തലക്കാവും. അതുകൊണ്ട് പക്ഷെ വന്നിട്ടുണ്ട്, ഞാൻ കാരണം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആണല്ലോ. കാരണം ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേക്ക് വരണമെന്ന്. വന്നപ്പോൾ ജനങ്ങൾ നമ്മുടെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഒരു വഴികാട്ടിയായിട്ടാണല്ലോ മാറിയിരിക്കുന്നത്. അപ്പം അതിൽ തെറ്റില്ലല്ലോ. കാരണം തെറ്റ് ഇല്ല, തെറ്റ് ആൾക്കാരെ കാണുന്നത് തെറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല, തെറ്റായ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആക്ടിങ്ങിന്റെ ബേസിൽ എടുക്കുന്നവർക്ക് അത് തെറ്റായിട്ട് തോന്നില്ല. പിന്നെ വേറെ കണ്ണിൽ കാണുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഈ നമുക്കറിയാം ആൽബം ഒക്കെയാണ് ഇപ്പോൾ അതിൽ. അതോടൊപ്പം ഈ പാട്ട് പഠിച്ചില്ലെങ്കിലും പാട്ട് ചെയ്തു എന്ന് പറയും, ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിലും. ഇപ്പം അതുപോലെ നൃത്തത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നൃത്തം ഡാൻസ് ഞാൻ സ്കൂളിലെല്ലാം ചെയ്യുന്നുണ്ടായി. സ്കൂളിലെല്ലാം പിന്നെ മെയിനിങ് എന്താ ഒപ്പന അങ്ങനത്തെ എല്ലാം മെയിൻ ചെയ്യുന്നുണ്ടായി. അല്ലാതെയും ഈ സെൻഡ് ഓഫ് അങ്ങനെയെല്ലാം വരുമ്പോഴേക്ക് അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ആവശ്യം വന്നും കളിക്കാനുള്ള സ്റ്റെപ്പെല്ലാം അറിയും, അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്കറിയാം. അതോടൊപ്പം കണ്ടത് നമ്മുടെ ഈ ബ്ലോഗ് എഴുത്ത് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേറെ ഒരു ചർച്ച ചെയ്യുന്നതിന് സ്വന്തം സുഹൃത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. സുഹൃത്തിന് പറ്റിയ ചില അബദ്ധങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അത് ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയെങ്കിലും കുറേ ആൾക്കാർ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു ടോക്കായിരുന്നു. അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര എനിക്ക് ഫീലായി. എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വ്യൂവേഴ്സ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേറെ എന്ത് ചെയ്തെങ്കിലും മതി. പക്ഷെ ഞാൻ എന്നോട് പെർമിഷൻ പറഞ്ഞതാണ് അവള്. പിന്നെ നമ്മളെ പോലെ ഇപ്പം എല്ലാവർക്കും ക്യാമറൻ്റെ മുമ്പിൽ വരണമെന്ന് പറ്റൂല. പിന്നെ ഒന്നും എല്ലാവർക്കും ബോൾഡായിട്ട് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നോട് അവള് ഭയങ്കര ടച്ചായിട്ട് പറഞ്ഞ കാര്യമാണ്. ടച്ചായിട്ട് പറയണ്ട, ഞാൻ ഒന്നിച്ചിട്ടുണ്ടായ ആളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഞാനും ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ്. അത്രയും പിന്നെ നല്ലൊരു എന്താ പറയുന്ന പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ല നമ്മളെ പോലെയല്ല, ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു പെണ്ണാണ്. നല്ലൊരു കാര്യം, പഠിത്തം, അങ്ങനെ നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു ഭാവി, അങ്ങോട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഒരു പെണ്ണിൻ്റെ ഫ്യൂച്ചറാണ് ഒരാൾ കാരണം ഇല്ലാതായത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്ത് പറയാനുണ്ട്? ആൾക്കാർക്ക് ഇപ്പവും ബോധമില്ല. ഇപ്പവും കേൾക്കുന്നത് നമ്മ ന്യൂസ് തന്നെ, ഇങ്ങനെ ലവാക്കി ചീറ്റാക്കി, അത് പിന്നെ ആത്മഹത്യ, സ്ത്രീധനത്തിന്റെ പേരിൽ, അങ്ങനെ ആൾക്കാർ കുറച്ച് ചിന്തിക്കുക. നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തന്നിട്ടുണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി. ആൾക്കാരൊരു നമുക്ക് ബിഹേവ് കാണുമ്പോൾ നമുക്കറിയില്ല. അത് നല്ല ബിഹേവ് ആണെങ്കിൽ എന്ത് വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് നല്ല രീതിക്ക് ആ ഒരു ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് നമ്മളെ മാക്സിമം യൂസ് ചെയ്ത്, നമ്മളെ മാക്സിമം ചൂസ് ചെയ്ത് ലാസ്റ്റ് അവർക്ക് വേണ്ടാതായി, അതൊന്നും ഒരിക്കലും അവിടെ ഉദ്ദേശിച്ചത് അതായിരുന്നു അല്ലേ? കാരണം മറ്റൊരാൾക്ക് പോലും എന്നാളിത് സംഭവിക്കരുത് അതന്നെ. അത് ഞാൻ അത് പക്ഷെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കണ്ടിട്ട് ബാക്കി കുറെ സ്റ്റോറീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അസീത്ത എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, എത്ര ബിസിയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ്, ഞാൻ എത്ര ബിസി ആണെങ്കിലും ഞാൻ എടുത്ത് കാണും എന്ന് പറയുന്നത്. നമ്മളോട് അത്ര ഇതിൽ പറയുന്നതല്ലേ, ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എത്ര ബിസി ഉണ്ടെങ്കിൽ ഞാൻ കാണും. എന്നിട്ട് അവർ പറയും ഇത് പോയിട്ട് യൂട്യൂബിൽ പറയണം, ഞാൻ ഇത്രത്തോളം അങ്ങനെ ഭയങ്കര ടച്ചായിട്ട് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതിന് നെഗറ്റീവ് അടിച്ച ആൾക്കാരുണ്ട്. ഇല്ല, നിർത്തിയിട്ടില്ല. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരാൾ എന്നോട് ടച്ചായിട്ട് ഭയങ്കര ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ പിന്നെ ഈ ഒരുപാട് ആൽബങ്ങളിൽ വന്നു കഴിഞ്ഞല്ലോ. ഈ സിനിമയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഓഫറുകൾ വന്നിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? എന്താണ്? സിനിമയിലേക്ക് ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പറയില്ല, എനിക്ക് ആക്ടിങ് ഒരു പാഷൻ അല്ല. ഞാൻ ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്ന കാര്യമല്ല ആക്ടിങ്. ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞെങ്കിൽ
ഞാൻ മെയിനായിട്ട് ബിസിനസ്സാണ് ഇത് പഠിച്ചത്, +2 പഠിച്ചത് ബിസിനസ്സാണ്. അപ്പോൾ ആ ഒരു ഷോപ്പ് കാര്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലുള്ള പ്ലാൻ അതാണ്. മെയിനായിട്ട് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പോലീസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് അതിന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും, അല്ല ഡിഗ്രി 2nd ഇയർ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി 3rd ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ സെലക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാനത് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ നോക്കി. പക്ഷെ ആൾക്കാർ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നടക്കാത്തത് കൊണ്ട് അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം, പോലീസ് ആവണമെന്നുള്ള ആഗ്രഹം വന്നെങ്ങനെയാണ്? പോലീസ് ആവണമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ മീൻസ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പൊസിഷനും ഇല്ലാത്ത സമയത്ത് നമ്മ ഒരു തെറ്റ് കാണുമ്പോക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർ അത് കേൾക്കൂല. നിക്കത് ചെല്ലാനുള്ള അധികാരം നീ ആര്, അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും നമുക്ക്. നാളെ നമുക്ക് അങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു ഗേൾസിൻ്റെ ഈ ബോൾഡ് ഇല്ലാത്ത ഗേൾസ് ഭയങ്കരമായിട്ട് ഇപ്പൊ ഈ നാളില് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കുറേ അങ്ങോട്ട് പോകുന്നതിന് എൻ്റെ കുറേ ഫ്രണ്ട്സും ഇങ്ങനത്തെ ഒരു സൂയിസൈഡിന്റെ അങ്ങനത്തെ എല്ലാം മീൻസ് അവർക്ക് ഒന്ന് വീട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല, പിന്നൊന്ന് അവർക്ക് സമൂഹം എന്ത് വിചാരിക്കും, അവരുടെ റിയാക്ഷൻ. അപ്പോൾ അവർക്ക് ഒരു നിസ്സഹായത അവസ്ഥ. അപ്പം നമുക്ക് നാളെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ തന്നെ ജീവിക്കുന്ന എൻ്റെ ഒരു ചെലവിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി കെയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീമാണ് പോലീസ് ആവാൻ. ഇനിയും അവസരം ഉണ്ടല്ലോ മുമ്പിൽ, കാരണം അവസരം കഴിഞ്ഞിട്ടില്ല, പ്രായമോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല, അവസരമുണ്ട്. അങ്ങനെ അതൊരു നിർത്തിവെച്ചോ? ഇല്ല നിർത്തിവെച്ചിട്ടാ ഒരു ചിലപ്പോൾ നമ്മൾ ആ റോളിൽ കണ്ടേക്കാം അല്ലേ താങ്കളെ? ഇല്ലാതില്ലാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ച മീൻസ് ഞാൻ ഡ്രീം ചെയ്യണോന്ന് വിചാരിച്ചിട്ട് ചെയ്തെങ്കിൽ ചെയ്യാനെല്ലാം എനിക്ക് പറ്റും. PSC എഴുതണമെന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. ഒന്നും പറയുന്നില്ല, നടക്കട്ടെ അല്ലേ, നടന്ന് കാണട്ടെ. നമ്മളിപ്പോഴും നമുക്കൊരു ആൽബങ്ങളിൽ പൊതുവേ ഈ നമ്മൾ പ്രണയത്തിലത് സക്സസ് ആയത് അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടതൊക്കെയാണ് പലപ്പോഴും കഥാപാത്രങ്ങൾ ഉണ്ടാവുക. സ്വന്തം ലൈഫിൽ പ്രണയമോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിൽക്കുന്നു. പ്രണയം ഉണ്ടായെന്ന് വെച്ചെങ്കിൽ ഇപ്പം ആ പണിക്ക് പോലില്ല. ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായി കുറേ കൊല്ലം മുമ്പ് ഒരു 10th പഠിക്കുമ്പോൾക്ക്. ഇപ്പം എന്താ ആ പണിക്ക് പോവാത്തെന്ന് വെച്ചെങ്കിൽ മീൻസ് മെയിൻ ഒരു ലവ് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുമ്പോൾക്ക് റെസ്ട്രിക്ഷൻസ്, ലിമിറ്റേഷൻസ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പറ്റില്ല. പിന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ അത് ചിലപ്പോൾ നമ്മളെ ബോയ് ഫ്രണ്ട് മീൻസ് എൻ്റെ ഫ്രണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് കാണുമ്പോൾ ഒരു പൊസസീവ്നെസ്, അതുകൊണ്ട് ആ പണിക്ക് പോകലില്ല. ഇനി ഉണ്ടാവുമെന്ന് വെച്ചെങ്കിൽ ഉണ്ടാവും ആഫ്റ്റർ നിക്കാ ഇൻഷാ അല്ലാഹ്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനെ നല്ലോണം പ്രണയിക്കും. അങ്ങനെ നിക്കാഹിന്റെ കാര്യം കൂടി, വിവാഹത്തെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്ത് നിന്റെ മാരേജിന്റെ കഥ ഒന്നും ഇല്ലേ, കഴിക്കുന്നില്ലേന്ന്. ഫാമിലീസ് ആയെങ്കിലും ഫ്രണ്ട്സ് ആയെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മാരേജ് കഴിക്കാതെ എനിക്കൊരു വഴിയില്ല. ഗേളിൽ നിന്നുള്ള ഒരു ആസ് എ ഗേൾ ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, മാരേജ് കഴിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്ന്. പ്ലാൻ വന്നോന്ന് വെച്ചെങ്കിൽ ലവ് അങ്ങനെ എന്തായാലും നോക്കുന്നില്ല, ലവ് ബേസ് എന്തായാലും നോക്കുന്നില്ല. അന്നെ മനസ്സിലാക്കുന്ന മീൻസ് എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന മീൻസ് ഞാൻ ഇപ്പോൾ നാളെ ഒരു ബോയിനോട് സംസാരിക്കുമ്പോൾ അതുപോലെ ഫ്രണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയാൽ, അങ്ങനത്തെ ഒരാളെ കിട്ടിയെങ്കിൽ ഞാൻ മാരേജ് അങ്ങനെ ഒരാളെ കാത്തുവെക്കുന്നു അല്ലേ? അങ്ങനെ ഒരാളെ കാത്തുവെക്കുന്നു. ഓക്കെ. ഒപ്പം നമുക്ക് പൊതുവേ ഉള്ള നമുക്ക് ഇഷ്ടപ്പെട്ട നടനോ നടികളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ആരെങ്കിലും സിനിമകളിലൊക്കെ വരും? അങ്ങനെ എനിക്കൊരു ക്രേസ് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഫിലിം കാണല്ലേ ചെയ്യും. ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെ ചോദിച്ചെങ്കിൽ എന്താ പറയണ്ട, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഈ പിന്നെ കോളേജ് ടൈപ്പ് വരുന്ന, ഫ്രണ്ട്സ് ടൈപ്പ് വരുന്ന അങ്ങനത്തെ എല്ലാം ഫിലിം എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒന്ന് പറയാൻ പറഞ്ഞെങ്കിൽ എല്ലാം ഇഷ്ടമാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്? ഭക്ഷണമെങ്കിൽ മെയിനായിട്ട് ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം, അൽഫാം അങ്ങനത്തെ എല്ലാം ഇഷ്ടം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പലപ്പോഴും വന്ന സാഹചര്യം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അഭിനയിച്ച് തെളിയിച്ചിട്ടുണ്ട്, ഒരുപാട് ലൈക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഏതെങ്കിലും വിവാദങ്ങളിലേക്ക് പെട്ടുപോകുകയോ അല്ലെങ്കിൽ പെടുത്തുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ വിവാദമല്ല. ഞാനും എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും ഒരു 8 ആൾക്കാരും പിന്നെ ഗേൾസ് മാത്രം, ഓൺലി ഗേൾസ് ആയിട്ട് നമ്മൊരു ട്രിപ്പ് പോയത് ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ ട്രിപ്പാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 2 days കഴിഞ്ഞിട്ട് വരാം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ വീട്ടിലത്തെ സാഹചര്യം ഗേൾസ് മാത്രം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നിട്ടാണ് ഒരു 100 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് പോയത്. അത് കുറച്ച് പിന്നെ കോസ്റ്റ്യൂം എല്ലാം കുറച്ചൊരു
മിലിറ്ററി ടൈപ്പിൻ്റെ ഒരു കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ അതും ബൈക്ക് റൈസ് ആയിട്ട് പോയത്. ഒരു 4 ബൈക്കിൽ 8 ആൾക്കാർ പോയത്. അത് പോയി ഞാനൊരു വ്ളോഗായിട്ട് എൻ്റെ ഒരു ചാനലിൽ പിന്നെ വ്ളോഗായിട്ടിട്ട് അതിലൊരു വോയിസ് ഇൻക്ലൂഡ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊന്നിച്ചിട്ട് വന്ന വോയിസ് പോലും എല്ലാവരും അവരത് ഷൂട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആക്ട് ചെയ്ത് പിന്നെ നമ്മൾ വിട്ട്, നമ്മൾ ഇത്ര ഗേൾസ് മാത്രമേ പോയിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുമ്പോൾ ഫുള്ളായിട്ടുള്ള അവരെല്ലാ കാര്യവും ഞാൻ നോക്കും. ഒരു അവർക്ക് എന്ത് വരുന്ന പോലതും അല്ലെങ്കിൽ അവർ വേറൊരു തെറ്റിലേക്ക് പോകുന്ന പോലെ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ കൊണ്ടുപോയ മുതൽ വരുന്നത് വരെ ഞാൻ അവരെ അത്ര കെയർ ആക്കും. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ വ്ളോഗെല്ലാം കഴിഞ്ഞ് അത് റിലീസ് ചെയ്തിട്ട് കുറച്ച് നല്ല ലൈക്കും കാര്യങ്ങളെല്ലാം. പക്ഷെ അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയും അതിലുണ്ട് മുസ്ലിം പെൺകുട്ടികൾ അങ്ങനായി കൊറോണ വന്നത് അതുകൊണ്ടല്ലേ. കൊറോണനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തതല്ല, അതൊന്നും വന്നതാണ്. പക്ഷെ എനിക്കറിയില്ല, ആൾക്കാർ പറയുന്നുണ്ട് നമ്മ ഇങ്ങനെ ആയത് കൊണ്ടാണ് കൊറോണ ഇങ്ങനെ വന്നതെന്നുള്ളത്. അത് എന്താ അതെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അതിൽ ഭയങ്കര ബാഡ് കമൻറ്റ്സ് കിട്ടി എനിക്ക്. ഭയങ്കര എന്ന് പറഞ്ഞെങ്കിൽ എന്നെയും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെയും പറഞ്ഞ് അതും പോരായിട്ട് എൻ്റെ പാരൻസിനെയും പറഞ്ഞ് ഞാൻ ചെയ്യുന്ന തെറ്റിന് എന്തിനാ എൻ്റെ പാരൻസിനെ പറയുന്നത്. അവർ നോക്കിയിട്ട് അവർക്ക് ഞങ്ങൾ 8 ആൾക്കാരും വീട്ടുകാർ സമ്മതിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അവർക്ക് 8 ആൾക്കും അറിയും നമ്മൾ പോയെങ്കിൽ ഇങ്ങനെ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് പ്രശ്നം നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി ആ വ്ളോഗെല്ലാം ഇട്ടവിടെ വെച്ച് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു പിന്നെ നമ്മളെ ഈ സ്പീച്ച് പറയുന്ന ഉസ്താദ്മാരില്ലേ, ഉസ്താദിൻ്റെ ഏതോ ഒരു നാളിൽ ഇറങ്ങിയ സ്പീച്ച്, കുറച്ച് ഗേൾസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഏതോ ഒരു നാളിൽ ഇറങ്ങിയ ഒരു സ്പീച്ചിനെ നമ്മൾ ഈ വ്ളോഗിൻ്റെ പിന്നെ സൗണ്ട് മ്യൂട്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ട് പബ്ലിഷ് ചെയ്തു. അത് ഏത് മോനെന്ന് എനിക്കറിയില്ല. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ പബ്ലിഷായി. ഗ്രൂപ്പ് തുറന്നെങ്കിൽ അത്, ഇൻസ്റ്റാഗ്രാം തുറന്നെങ്കിൽ അത്, യൂട്യൂബ് തുറന്നെങ്കിൽ അത് ഫുള്ളായിട്ട് പബ്ലിഷ് ചെയ്ത്. അതിൽ ആ വർക്ക് നല്ലോണം കയറി, ഇതിലിട്ട വർക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സ് കയറി. പക്ഷെ ഭയങ്കര പ്രോബ്ലം ആയില്ലെങ്കിൽ ഞങ്ങൾ 8 ആൾക്കാരിൽ എന്നെ പോലെ തന്നെ എല്ലാവരും ആവണമെന്നില്ല. ഓൾമോസ്റ്റ് ഈ മാരേജ് വരെ ഫിക്സ് ചെയ്ത ആൾക്കാരുണ്ടായിന്. പെൺകുട്ടികളാണെന്ന് കൂടി ചിന്തിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി പബ്ലിഷ് തന്നെ ആൾക്കാർ അതിലൊന്നും വിളിക്കുന്നത് ഭയങ്കരമായിട്ട് ബാധിച്ചില്ലെങ്കിൽ അവരെ ആൾക്കാർ വിളിച്ചിട്ട് എന്ത് കഥ അങ്ങനെ ഇങ്ങനെ ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇങ്ങനെ പോയത് അതൊരു 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിന്. അങ്ങനത്തെ അതിനെ കുറിച്ചിട്ട് പറഞ്ഞ് പഠിച്ചോനെ അത് ഭയങ്കരമായിട്ട് വിവാദമായി. പക്ഷെ ഞങ്ങൾ അത് കൊണ്ടുപോയി സൈബറിൽ 8 ആളും കേസ് കൊടുത്തു. അവർ പറഞ്ഞ് നിങ്ങൾ 8 ആളുടെ പേരിലും കേസ് തന്നാൽ മതി, അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആവും, ഗേൾസ് അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ 8 ആളും കൊണ്ടുപോയിട്ട് സൈബറിൽ കേസ് കൊടുത്ത്. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ഈ വാട്സാപ്പിലൊന്നും ലിങ്ക് വഴി ഷെയർ ആയതല്ല, വാട്സാപ്പിൽ ഷെയർ ആയതാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും വിളിച്ചിട്ട് അത് ചോദിച്ച് എന്ത് കഥ എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു സൈബറിൻ്റെ ഒരു കേസ് ഞങ്ങൾ ഇതാക്കി എന്നുള്ള ഒരു ഇത് വന്നിട്ടാകുമ്പോഴേക്ക് പബ്ലിഷ് ആകുന്നത് നിർത്തി. അതുകൊണ്ട് വലിയൊരു പ്രശ്നം വന്നിട്ടാ. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം വന്നിട്ട് ഞാൻ പറയുമ്പോൾ അത് മൈൻഡ് ആക്കാത്തത് കൊണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കരമായിട്ട് അത് ബാധിച്ച്, ഇതാണ് ഏറെ പ്രയാസപ്പെടുത്തത് അല്ലേ? ഭയങ്കരമായിട്ട് പ്രശ്നമായി. അങ്കല്ല എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര പ്രശ്നം. ഓക്കെ, ഏറ്റവും ദുഃഖം പ്രയാസം ഉണ്ടാക്കിയ കാര്യം അതായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ഏറ്റവും സന്തോഷം നൽകിയ എന്താണ്? ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ സേവനം എന്ന രീതിയിൽ സുഹൃത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ആ വേദനയിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ വരുമ്പോൾ ഈ കാലയളവിൽ ഏറ്റവും ജീവിതത്തിൽ സന്തോഷം തോന്നിയ നിമിഷം? ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറവാണ്, എല്ലാം സാഡസ്റ്റ് മൂമെന്റ് ആണ്. ഇങ്ങനെ ആൾക്കാരെ മുമ്പിൽ ചിരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. കുറച്ചല്ല, പേഴ്സണലി കാര്യമായതുകൊണ്ട് നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റൂല. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന നമ്മുടെ കുറേ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്തു, ഉള്ളത് പറഞ്ഞു. ഈ കാണുന്ന മുഖമല്ല, ചിരിക്ക് പുറകിൽ സങ്കടമുണ്ട്, സ്വാഭാവികമാണ്. എന്നിരുന്നാൽ നമുക്ക് ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഒരു സന്തോഷം തോന്നിയ നിമിഷം? ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എല്ലാ ഗേൾസും ഇപ്പോൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ ഗോൾഡിനായിരിക്കും, ചിലപ്പോൾ ഡ്രസ്സിനായിരിക്കും. ഗേൾസിൻ്റെ ഒരു ടൈപ്പ് അതല്ലേ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയത് എനിക്കൊരു ബൈക്ക് വേണം. ബൈക്കിനോട് ഭയങ്കര ക്രൈസാണ് എനിക്ക്. ഞാൻ എന്നെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ഞാൻ ഒരു ബൈക്ക് എടുത്ത് അല്ല സെക്കൻഡ് ഹാൻഡ് എടുത്ത്. അന്നെങ്കിലും പ്രശ്നമില്ല, എനിക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അങ്ങനെ ഞാൻ
കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് വെച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചിലവ് കൊടുക്കണം. അപ്പം അതുമല്ലാതെ ഞാൻ പിന്നെ കമ്മീഷനും അങ്ങനെ ഇങ്ങനെയെല്ലാം സൈഡായി എന്തെല്ലാം ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത്. പക്ഷെ അത് എൻ്റെ ബ്രദറിൻ്റെ ആക്സിഡൻ്റ് ആയിട്ട് അത് പോയി. അപ്പം അതിൽ ഭയങ്കര ഞാൻ സാഡായി. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നൊരു വണ്ടി എടുക്കണം, വണ്ടി എടുക്കാതെ നടക്കൂല എന്നുള്ളത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പിന്നെ ആ ആക്സിഡൻ്റ് ആയതുകൊണ്ട് അതിനി റീമേക്ക് ആകാൻ പറ്റില്ല, അത് ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് പോയിന്. അങ്ങനെ ഞാൻ എന്താക്കി അത് പിന്നെ ഷോറൂമിലേക്ക് തന്നെ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ട് ഇൻഷാല്ലാ ഞാനൊരു വണ്ടി എടുത്ത്. ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുത്ത് അപ്രിലിയ 160. അതെൻ്റെ എപ്പോഴും മെരിക്കോളം ഉള്ള ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ്. അത്ര ആഗ്രഹിച്ച് നേടിയതാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ നമ്മൾ പറഞ്ഞതിൽ സംസാരിച്ചതിൽ ഏറെക്കുറെ ഒരു സമൂഹത്തിലേക്ക് പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അത് കലാരംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വരുമ്പോഴായിക്കോട്ടെ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം വിമർശനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? കാരണം അവിടെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ പലതും ആവാം. അപ്പം അതിനോട് പറയുമ്പോൾ തന്നെ അന്നെ കുറേ ആൾക്കാർ ഞാൻ കുറച്ച് പിന്നെ കമൻസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാറ്റി വെക്കും. ബിക്കോസ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത മീൻസ് നമ്മൾ ചെയ്യാത്ത കാര്യം കൂടി നമ്മൾ പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്നുണ്ട്, ഒരു ടിക്ടോക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് പെൺകുട്ടികളെ ഒന്നും അങ്ങനെ എല്ലാം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ മെയിൻ്റെ ആക്കാതെ വിടുമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അവർക്കത് കണ്ട് ഡിപ്രഷനായി അത് വേറൊരു രീതിയിലേക്ക് മാറി അത് ചിലപ്പോൾ സൂയിസൈഡിലൊക്കെ പോയി ഒരു ജീവനില്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. പറയുന്ന ആൾക്ക് ചെറിയൊരു വാക്കിൽ തീരുന്ന പ്രശ്നമായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആകുന്നുണ്ട്, ഇതാകുന്നുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നോക്കുമ്പോൾ അതിലൊരു 70% കമൻസ് നല്ലതായിട്ടുണ്ടാവും, പക്ഷെ ഒരു 30% ഭയങ്കര ബോറായിട്ടുണ്ടാവും. പക്ഷെ ഞാനത് മൈൻഡ് ആക്കലില്ല. എന്നാലും കുറേ എല്ലാം അല്ല ആൾക്കാരോട് പറയേണ്ടത്, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് ഫാമിലിക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാവേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് പിന്നെ ചിലവിനായെങ്കിലും എന്ന് തരുന്നത് വീട്ടിൽ നിന്ന് പുറത്തല്ല, വീട്ടിൽ നിന്നാണ്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാനാണ് എനിക്കുള്ള ചിലവ് ഞാൻ ജോബ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ തെറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് അത് എൻ്റെ ഉമ്മാക്കും അറിയാം. പിന്നെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ പെൺകുട്ടികളിങ്ങനെ പറയുന്നതിന് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഈ വൾഗറായിട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യലില്ല. തട്ടില്ലെങ്കിലും ഇട്ടെങ്കിലും അത് അവരവരെ പേഴ്സണൽ അല്ലേ, നമുക്ക് തോന്നണം ഇതൊരു ബോറാണ്, ഒരു ഡ്രസ്സിങ് കണ്ടിട്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല. ഞാനിപ്പോൾ നോർമലി ഇടുന്ന ഡ്രസ്സിങ്ങിൽ എന്ന് പറയും, ഞാൻ ബൈക്കിൽ പോകുന്നത് കൊണ്ട് നോർമലി ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് യൂസ് ആക്കില്ല. അതൊക്കെ ഒരിക്കൽ യൂസ് ആക്കിയിട്ട് ഭയങ്കര പണി കിട്ടീന്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഈ ബൈക്കിലെല്ലാം പോകുന്ന സമയത്ത് കോസ്റ്റ്യൂം കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മാറ്റല്. അപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് ഒരു ഡ്രസ്സിങ്ങോ ഒരു ആറ്റിറ്റ്യൂഡോ കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല. പേഴ്സണലി എൻ്റെ ലൈഫിൽ എന്നോട് കുറേ ആൾക്കാർ ഇൻഡസ്ട്രിയിലായെങ്കിലും പുറത്തായെങ്കിലും വീട്ടിൽ നിന്ന് അല്ലായത് ഫ്രണ്ട്സിൻ്റെ ഇടയിലായെങ്കിലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ കാണുമ്പോൾക്ക് അല്ലെങ്കിൽ നിന്നെ ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കാൻ നമുക്ക് വിചാരിച്ചത് നീ ഇങ്ങനൊന്നും അല്ല, ഭയങ്കര ചാടൻ, ഭയങ്കര കാര്യം, ഭയങ്കര അങ്ങനെ പറയാം. പക്ഷെ അടുത്തറിഞ്ഞിട്ട് സംസാരിച്ച ഒരു ഫ്രണ്ടും എന്നെ പറയൂല ഞാൻ ഒരു ചാടാണോ അല്ലെങ്കിൽ ഞാൻ ഒരു അങ്ങനത്താണോ ഇങ്ങനത്താണോ എന്ന് എന്നെ അടുത്തറിഞ്ഞ ആൾക്കാർ പറയൂല. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആരും എനിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഞാൻ കോളേജിൽ നിന്ന് പോലും പുറത്തായത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കിയിട്ടാണ്. അതാണ് എൻ്റെ ഡിഗ്രി പകുതിയിലായത്. പക്ഷെ എനിക്ക് അവരത് ഓക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നതിന് പറ്റിയിട്ട് ഒന്നെങ്കിൽ അത് അന്വേഷിച്ച് എന്താണ് എന്നുള്ളതെങ്കിലും അറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു ന്യൂസ് കിട്ടിയാൽ മതി. അത് ആടേക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് പിന്നെ എന്തെല്ലോ ആയിട്ടുണ്ടാവും. എന്തിനാ അവരവരെ കാര്യം ഞാൻ അങ്ങനെ കുറെ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ പറയും എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങനെ വിടൂല. പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നെങ്കിലോ, പെങ്ങൾക്ക് അങ്ങനെ ചെലവിന് കൊടുക്കേണ്ട ഒരു നിന്റെ പെങ്ങളെ നോക്കാണെങ്കിൽ നീ ഉണ്ട്. ഇപ്പോൾ നാളെ പെങ്ങൾക്ക് നാളെ സാഹചര്യം അങ്ങനെയാണ്, അധ്വാനിക്കണം, വീട്ടിലേക്ക് ചെലവ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ വന്നെങ്കിൽ ഓളും ഇങ്ങനെ ജോബിലേക്ക് ഇറങ്ങൂലേ. ജോബിലേക്ക് പോകുന്നതിന് വരെ സെയിൽസ് ഗേളായിട്ട് മാന്യമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു മാന്യതക്കാരോട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നീ ചെയ്യൂല വരിക്കോളൂ ഇൻഷാ അല്ലാ.
ഇപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് നമ്മൾ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് നോമ്പ് നില പറയുമ്പോൾ അറിയുമല്ലോ, ഒന്ന് തിന്നാൻ പോലും ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് വരുന്ന സമയത്ത് പോലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോകുന്നുണ്ട്, അങ്ങനെയുണ്ട്. സാഹചര്യം മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എങ്കിലും ഒരു ഇതിൻ്റെ അടുക്ക് ഒരു കമൻറ്റ് കണ്ടിരുന്നു, നീ പിന്നെ എന്ത് 5,000 രൂപക്ക് സെയിൽസ് ഗേൾ ആയിട്ടുണ്ടായ പെണ്ണല്ലേ, അതിലെന്തൊരു മാന്യത കേട് ഞാൻ കാണുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ഞാൻ കട്ടിട്ട് ഓട്ടിക്കാനൊന്നും പോയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ കയ്യിലുണ്ട്. ഫോണായെങ്കിലും ബൈക്കായെങ്കിലും എന്തായെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതിലൊക്കെ ഒരു മാന്യത കേടില്ല. പണിയെടുക്കുന്നതിന് അഭിമാനമുള്ളൂ, പണിയെടുക്കുന്നതിന് മാന്യത കേട്. അപ്പൊ ഇവിടെ ഈ ഇങ്ങനെ പറയുന്ന ഒരു സമൂഹം തിരിച്ചിട്ട് ഇത്തരം രംഗത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ അത് മുസ്ലിം സമുദായം ഏത് സമുദായത്തിലായാലും ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പുറത്ത് ആക്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു പുറത്തൊന്ന് സഞ്ചരിച്ചാൽ, ഇപ്പോൾ ബൈക്കിൽ സഞ്ചരിച്ചാൽ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അവർക്കിടയിൽ താങ്കൾ ഒരു റോൾ മോഡലാണ്. ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് നേരായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്തരം ഒതുങ്ങി നിൽക്കുന്നവരോട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇറങ്ങി വരുന്ന എല്ലാവരും ഇൻഡസ്ട്രിക്ക് വരണമെന്നല്ല, പക്ഷെ പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്ക് പലതും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. പെൺകുട്ടികൾക്കും ആഗ്രഹിക്കാലോ, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കാലോ. പക്ഷെ പല ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ആരോ താല്പര്യങ്ങൾക്ക്, ആരോ ഡിസിഷൻസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട്. സത്യം പറയുക എനിക്ക് അങ്ങനെ എന്തെല്ലാം കേൾക്കാം. എന്നോട് എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്, കാര്യമാണ്. ഈ ഫ്രീഡം ഞാൻ നേടിയെടുത്തത് എൻ്റെ ജീവിത അവസ്ഥയിലൂടെയാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങൾ പാരൻസിനോട് പറയാം, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാം. അത് ഓക്കെ ആണെങ്കിൽ, അത് ഗുഡാണെങ്കിൽ അതിൽക്ക് നിൽക്കാൻ ആൾക്കാരുണ്ടാവും. പിന്നെ സമൂഹത്തിന് അതിനെ നോക്കേണ്ട ആവശ്യമില്ല. നാളെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് നമുക്ക് പറയാൻ ആരും ഉണ്ടാവില്ല. കുറ്റം കണ്ടെങ്കിൽ ആൾക്കാർ പറയാൻ വരും, നല്ലത് കണ്ടെങ്കിൽ നീ ചെയ്തത് നല്ലതാണ്, ഞങ്ങൾ ചെയ്തത് കൊണ്ട് ഞങ്ങൾ അതൊന്ന് പറയാൻ ആരും ഇന്നത്തെ സമൂഹത്തിൽ വരുന്നില്ല. പക്ഷെ നമ്മളൊരു ചെറിയൊരു തെറ്റ് കണ്ടെങ്കിലോ അത് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇഷ്ടമോ, നമുക്ക് എന്താണ് ചെയ്യുന്നത്, അത് നല്ലതാണോ ചെയ്യാം. ഇനിയിപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് പ്രൊജക്റ്റ് വന്ന വർക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള വർക്ക് കുറച്ചുണ്ട്. ഒരു 1, 2, 3 വർക്ക് ഉണ്ട്. പക്ഷെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ബഡ്ജറ്റ് ഇതാക്കിയിട്ട് അത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു വർക്കായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാരെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചത്. ഇനി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് കൂടി ഒന്ന് 2 വരി മൂളി കൊടുത്താൽ. പാട്ട് അങ്ങനൊന്നും നമുക്ക് പാടാറില്ല, പാട്ടൊന്നും പഠിച്ചില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഒരു താൽ ബോയ്സ് വിഷനിൽ തന്നെ വന്ന ബദറൊത്ത പെണ്ണ് എന്നുള്ളൊരു 4 വരി ഞാൻ പാടാം. ഓക്കെ. ബദറൊത്ത പെണ്ണ് കുതിരത്തെ കൊണ്ട് ഇശലത്തെ മുഖമെന്ന് കണ്ടു ഞാൻ, മുഹബത്തിനാലേ അഴകൊത്ത നിന്റെ ഒളി കണ്ണിൻ മിന്നണ ചേലടി, കനവേറെ കണ്ടു നിൻ ചെഞ്ചോര ചുണ്ടിൽ ചേലത്ത് വിരിയണ പുഞ്ചിരി, മോഹക്കിനാവിൽ എന്നെയുണർത്തും അനുരാഗമാണെൻ്റെ മലരൊളി. ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ആൽബത്തിലേക്ക് വരികയും അഭിനയിച്ച് ജനലക്ഷങ്ങളുടെ സ്വീകാര്യത കൈപ്പറ്റിയ അസി മോളാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്. അഭിനയത്തിൽ നിർത്താതെ, പാട്ടിൽ നിർത്താതെ ജീവിതത്തിൽ ഒരു പോലീസ് ആവണമെന്നും അങ്ങനെ ഒരു ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹം നേടിയെടുക്കുമെന്നും ഒപ്പം സമൂഹത്തിൽ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ കടന്നു വരണമെന്ന വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇവിടെ ഈ അഭിനയത്തപ്പുറം, ആൽബത്തിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം, ഡയറക്ഷന് അപ്പുറം ഇവിടെ അസി മോൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സമയം നമ്മുടെ താൽ ബോയ്സ് ടോക്സിന് അനുവദിച്ചതിൽ നന്ദിയും സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ അതിഥി നിരവധി ആൽബങ്ങളിലൂടെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ യുവാക്കളുടെ ഇഷ്ടതാരം അസി മോളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമ്മുടെ ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്കറിയാം, ഇന്ന് ഒരു ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് താങ്കളുടെ ആൽബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രംഗത്തേക്ക്, ആൽബത്തിലേക്ക് കടന്നു വരവ് എങ്ങനെയായിരുന്നു? കടന്നു വരവ് എന്നല്ലെങ്കിൽ അത് വലിയൊരു സ്റ്റോറിയാണ്. ചെറിയൊരു ഇതാക്കിയിട്ട് പറയാം.
ഓൾമോസ്റ്റ് ഞാൻ ഈ ആക്ടിങ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ ഈ ടിക്ടോക്ക് അങ്ങനത്തെ സംഭവം ചെയ്യുന്നതല്ലാതെ ഈ ഇങ്ങനെ പിന്നെ ആക്ടിങ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഓൾമോസ്റ്റ് ഞാൻ ജോബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അക്കൗണ്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സെയിൽസ് ഗേൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എന്തെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ ഞാൻ ചിലവിന് കൊടുക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പിന്നെ പണിയെടുക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ ഈ കോവിഡ് വന്നിട്ടാകുമ്പോൾ പണി കട്ടായി. പിന്നെ അവിടെ പിന്നെ സെയിൽസുകളൊന്നും വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി അവർക്ക്. അപ്പം എൻ്റെ പണി ഏകദേശം പോയി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, വേറെ ആരും പിന്നെ പണിയൊന്നുമില്ല എവിടെയും. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടാകുമ്പോൾക്ക് ഇങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ എടുത്തിട്ട് കുദാ ഷാഹുലിൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ ഉണ്ടായിന്. കാസർഗോഡ് നിന്ന് ഒരു പിന്നെ ആക്ട് ചെയ്യാനുള്ള ഒരാളെ കിട്ടുമോ എന്നുള്ളതിൽ. അപ്പോൾ ഓൾ തന്നെ നമ്പർ എടുത്തിട്ട് അതിലേക്ക് വിളിച്ചിട്ട് എൻ്റെ 1-2 ടിക്ടോക്സ് അയച്ചിട്ടായിട്ട് പറഞ്ഞു ഓൾ നന്നായിട്ട് ആക്ട് ചെയ്യും, പിന്നെ കാസർഗോഡാണ്, അങ്ങനെ എല്ലാം എന്നോട് പറഞ്ഞിട്ടാകുമ്പോൾ ഷാവുൽ പറഞ്ഞ് ഓക്കെ ഒന്ന് നമുക്ക് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ടാണ് എന്നോട് വന്നിട്ട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, കുറേ വേണ്ട ഞാനുള്ള പറഞ്ഞു. പിന്നെ ഒരു ഇൻവെസ്റ്റ് മീൻസ് ഒരു ഫിനാൻഷ്യലി നോക്കിയിട്ടാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നതല്ല, അതൊരു പാഷനല്ല ആക്ടിങ്. എന്നിട്ട് ഞാൻ അവനക്ക് വിളിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഈ ടിക്ടോക്കിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടാ, അല്ലെങ്കിൽ മീൻസ് ഫിൽറ്ററിൽ വെച്ച് ചെയ്യുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, നമുക്കൊന്ന് നേരിട്ട് കാണാം, കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ എങ്കിലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് അങ്ങനെ ഫസ്റ്റത്തെ വർക്ക് മുഹബത്താണ് അവനോട്, അത് ഓക്കെ പറഞ്ഞ് അങ്ങനെ അത് ചെയ്ത്. അതായത് ഓനാണ് കുദാ ഷാഹുൽ വഴിയാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പാഷൻ പോലെ വന്നതല്ല ആക്ടിങ്ങിലേക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി മീൻസ് ഒരു ഫിനാൻഷ്യൽ അങ്ങനെ വന്നതാണ്. പിന്നെ ആക്ടിങ്ങിൽ വലിയൊരു പാഷൻ ഉണ്ട് ആളല്ലേ. ഈ നമ്മുടെ പറഞ്ഞ ഫസ്റ്റ് പ്രോജക്റ്റ് മുഹബത്താണ് അവനോട് അല്ലേ, അതിനെ കുറിച്ചിട്ട് മുഹബത്താണ് അവനോട് അതിപ്പോഴും ഓർമ്മിക്കുമ്പോൾ നിരവധി ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റിലേതായിരുന്നു അത് ഓർമ്മിക്കുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാതെ ചെയ്തൊരു വർക്കാണ്. ബാക്കിയെല്ലാം നമ്മളോട് വിളിച്ച് പറയും, ആൾക്കാർ പ്രൊഡ്യൂസറും ഡയറക്ടറും ബാക്കിയുള്ള എല്ലാം അങ്ങനെ പറയും. ഇത് എക്സ്പെക്ട് ചെയ്യാതെ, അതും പിന്നൊന്ന് അറിയാലോ മുസ്ലിം ഗേൾ ആകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ. അപ്പോൾ എൻ്റെ ഫാമിലീസ് ആരും സപ്പോർട്ടില്ലാതെ ചെയ്തൊരു വർക്കാണ് ഞാൻ. അപ്പോൾ പിന്നെ അത് ഇറങ്ങുമ്പോൾ എന്താവും, ആൾക്കാരുടെ റിയാക്ഷൻ എന്താവും, അതെല്ലാം പേടിച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. അത് ഇന്ന ഡേറ്റിൽ ഇറങ്ങും, റിലീസ് ആവും എന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ റിലീസ് ആയിട്ടാകുമ്പോക്ക് അത് കാണുന്നതിനെക്കാട്ടിയും പേടിയാണ്, ആൾക്കാരെന്ത് പറയും ഒരാൾക്കും. ഞാൻ എന്തും ചെയ്യുമ്പോഴേക്കും എൻ്റെ ഉമ്മാനോട് പറയും. ഉമ്മാനോട് മാത്രമേ പറയേണ്ട ആവശ്യം അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഫാമിലീസ് വിട്ട് അത് ചെയ്തിട്ടായിട്ട് ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്തത് ആൾക്കാർ എന്ത് പറയും, ഇതാക്കും, അങ്ങനെ ഫസ്റ്റായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നല്ലേ. അങ്ങനെ അത് റിലീസായിട്ട് അമ്പലക്ക് വിചാരിച്ച പോലെ പ്രശ്നമുണ്ടായിരുന്നു, ഫാമിലീസിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സപ്പോർട്ട് കിട്ടി എനിക്ക് അതിൽ, ഭയങ്കര സപ്പോർട്ട് കിട്ടി. ആരുടെയൊക്കെ സപ്പോർട്ട് കിട്ടി? ഫാമിലിയുടെ എങ്ങനെയായിരുന്നു, സുഹൃത്തുക്കളുടെ ഭാഗത്ത് എങ്ങനെയായിരുന്നു, എന്താണ് ഫസ്റ്റ് സാധനം റിലീസ് ചെയ്തപ്പോഴുള്ളൊരു? ഫാമിലിൻ്റെ അടുത്തൊന്നും ഒന്നും കിട്ടില്ല, നോക്കിയിട്ട് കാര്യമില്ല. ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ പ്രൊമോഷൻ ചെയ്ത് അവർക്ക് നന്നായിട്ട് കയറി. പക്ഷെ ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ വരുമ്പോഴേക്കുള്ള ചെറിയൊരു നെഗറ്റീവ്സും കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കും ഭയങ്കര നെർവസായി അത് കണ്ടിട്ടാകുമ്പോൾ. ഞാൻ ഷാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ എന്തിടാ ഇങ്ങനെ ഭയങ്കര ബാഡ് കമൻസ്, എനിക്ക് എന്തോ പോലെ അങ്ങനെ പിന്നെ പറഞ്ഞത് ആ റാങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു മുസ്ലിം ഗേൾ വരുമ്പോഴേക്ക് ഉണ്ടാകുന്നതാണ്, അത് മൈൻഡ് ചെയ്യണ്ട, നിന്റെ ആക്ടിങ് ഓക്കെയാ, നീക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഇത് തന്ന്. അങ്ങനെ അത് ഇറങ്ങിയിട്ടാകുമ്പോൾ ഫാമിലീസ് കുറച്ചെന്തെല്ലാം പറഞ്ഞു. പക്ഷെ അത് ഇറങ്ങിയതിലൂടെ ഭയങ്കര സപ്പോർട്ട് കിട്ടി എനിക്ക്, ഇൻസ്റ്റാഗ്രാമിലായെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാൻ, പുറത്ത് പോയിട്ട് നമുക്ക് ഇത് നീ അല്ലേ എന്നുള്ള അറിയാൻ ചോദിച്ചു തുടങ്ങി ആ ഒരു വർക്കിൽ. ബാക്കിയുള്ള വർക്ക് ഇപ്പോൾ കുറേ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഫസ്റ്റായിട്ട് അറിയുന്നത് ഇന്ന ആളെന്ന് അറിയുന്നത് ആ ഒരു വർക്കിലാണ്. അത് ഏകദേശം ഇപ്പൊ 9 മില്യൻ്റെ അടുത്ത് കയറി, വർക്കും നന്നായിട്ട് കയറി. അതോടൊപ്പം ഇപ്പൊ ഒരുപാട് നിരവധി ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നിരവധി ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിലേറെ ഇഷ്ടപ്പെട്ടതാ ഇപ്പൊ ഇങ്ങോട്ട് ചെയ്തു വന്നതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതാണ്? ഇപ്പോഴും നമുക്ക് ചെയ്തതിൽ ഏറ്റവും സ്വീകാര്യമായത് അല്ലെങ്കിൽ സ്വയം ഇഷ്ടം എന്ന് തോന്നുന്നത് ഏതാണ്? ഇഷ്ടം എന്ന് ചോദിച്ചെങ്കിൽ എല്ലാം ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ഡയറക്റ്റ് ചെയ്ത വർക്കും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ഫേവറേറ്റ് എന്ന് ചോദിച്ചെങ്കിൽ എപ്പോഴും ഞാൻ ഫസ്റ്റ് ചെയ്തൊരു വർക്കാണ്. അത് എനിക്ക് അത്രത്തോളം എന്താ പറയുന്ന വർക്ക് പിന്നെ വന്നതും എല്ലാം ആ ഒരു വർക്ക് കണ്ടിട്ടാണ്.
എല്ലാം ഇഷ്ടമാണ്, എന്നാലും കുറച്ച് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. നിലവിൽ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടാണ് ഇതിൽ കടന്നു വന്നു പറഞ്ഞു. ഈ സ്കൂൾ കാലഘട്ടം നമ്മുടെ കലാലയ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ഈ രംഗത്ത്, അഭിനയ രംഗത്ത് അല്ലെങ്കിൽ ഗാനം, ഇങ്ങനെയൊക്കെ ഈ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു? ആ, സ്കൂളിൽ എല്ലാത്തിനും ഈ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയല്ല വരുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ്. മീൻസ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പാട്ടായെങ്കിലും ഡാൻസ് ആയെങ്കിലും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്യും, ഡ്രാമ ആയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യും. അതായത് ഇങ്ങനത്തെ കാര്യത്തിൽ മുമ്പ് ഉണ്ടായിരുന്നു. ഇത് ഒപ്പനക്കെല്ലാം സ്റ്റേറ്റ് അങ്ങനെല്ലാം പോയിട്ടുണ്ട് ഞാൻ. പിന്നെ സോങ്ങിനായെങ്കിലും സ്റ്റേറ്റ് അങ്ങനെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ഇല്ലാത്ത കൊണ്ട് കുറച്ച് ബാക്ക് ആക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അവസ്ഥ അനുസരിച്ചിട്ട് ജോബിലേക്ക് മാറി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞു ഒന്ന് ചെയ്തപ്പോഴുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും പിന്നീട് അതിൻ്റെ ഒരു സമൂഹത്തിൽ സ്വീകരിച്ചതും പിന്നീട് എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. ഇപ്പോഴും അതിനുശേഷം വർഷം ഒന്ന് കഴിയുമ്പോൾ ഇപ്പോഴും കുറേ ചെയ്തപ്പോഴുള്ള ഒരു സംതൃപ്തി എങ്ങനെയാണ്? ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴുള്ള ഒരു എന്താണ് നിലവിൽ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കുറച്ച് കമൻസ് ബാഡ് കുറഞ്ഞ്, ആൾക്കാർക്ക് ഏതോ ഒന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് കുറേ ആൾക്കാർ, കുറേ ഗേൾസ് ആയെങ്കിലും ബോയ്സ് ആയെങ്കിലും അസീത്ത എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടല്ല, അതിപ്പോൾ നോക്കിയിട്ട് എന്ത് കാര്യം. നമുക്ക് അങ്ക് വരുന്ന വർക്ക് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കൊരു നിലവിൽ ചെയ്തതിൽ തന്നെ പേരായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജോഡികളായിട്ട് ചെയ്ത കുറേ ഉണ്ടായിരുന്നു, ഏറെ ശ്രദ്ധിക്കപ്പെട്ടെ. അതിനെ കുറിച്ചിട്ട് ഏതാണ് അതിൽ കുറിച്ച് പറയാനുള്ളത്? പേരായിട്ട് ഞാൻ പിന്നെ കുറേ ആളെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഞങ്ങൾക്ക് കുറച്ച് ടീം വർക്കാണ് ചെയ്യല്, ഇങ്ങനെ ഒന്നിച്ചിട്ട് ടീം വർക്കാണ് കൂടുതലും ചെയ്യല്. പക്ഷേ ഈ മുഹബത്താണവനിലൂടെ കുദാ ഷാവുലിൻ്റെ ഒന്നിച്ച് വന്ന് പിന്നെ ഷാവുലായിട്ടുള്ള പേരാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായത്. എപ്പോഴും കമൻറ്റ് ബോക്സിലായെങ്കിലും പിന്നെ നമുക്ക് പേഴ്സണലി ആയെങ്കിലും മെസ്സേജിലായെങ്കിലും എങ്ങനെയായെങ്കിലും ആൾക്കാർ പറയുന്നത് ഷാവുലിൻ്റെ ഒന്നിച്ചിട്ട് വാ, ഷാവുലിൻ്റെ ഒന്നിച്ചിട്ടുള്ള ഒരു പേര് ആൾക്കാർക്കൊരു ഇഷ്ടമാണ്. അത് എല്ലാവരെ പോലെ തന്നെ ഈ ചെയ്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റോൾ മോഡലായിട്ട് നമുക്ക് ആരെങ്കിലും കാണാറുണ്ടോ? ഇപ്പോൾ ഫിലിമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയെയോ എങ്ങനെയെങ്കിലും ആ രീതിയിൽ റോൾ മോഡലായിട്ട് മുന്നിട്ട് വെക്കാറുണ്ടോ? റോൾ മോഡലായിട്ട് ഞാൻ ആരെയോ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഫിലിമിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്തോ നമുക്ക് ഞാനാവാനാണ് ഇഷ്ടം. ഓക്കെ. ഒപ്പം നമ്മൾ ഇങ്ങോട്ട് ചെയ്തു വരുമ്പോഴും പറഞ്ഞു ഡയറക്ഷൻ പോലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. അതിനെക്കുറിച്ച് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ഞാനാണ്. റൗഡി ബേബി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വർക്ക് ഇറങ്ങിയത് എൻ്റെ. അപ്പം അതിൽ ഒരു ആക്ട് ചെയ്തിട്ട് പോകുന്നതിൻ്റെ കഷ്ടം അത്രയില്ല. നമ്മൾ രാവിലെ വന്ന് ആക്ട് ചെയ്ത് പോയി, അത് മാത്രമേ അതിൽ നമുക്ക് ഉള്ളൂ. പക്ഷെ ഒരു വർക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്കുള്ള കഷ്ടപ്പാട് അതിലൂടെ അറിഞ്ഞു. പക്ഷെ വർക്ക് നല്ലോണം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഹാപ്പിയാണ്. വീണ്ടും ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടോ? ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു ടീമുണ്ട്, അവരായിട്ട് ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും അങ്ങനെ ടീം വർക്ക് ചെയ്യും. നമ്മുടെ ഈ താൽ ബോയ്സ് ടീമുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയുമ്പോൾ നമ്മളെ തൻസിക്കാൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർക്കിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഓൾമോസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കോവിഡിൻ്റെ ആ ഒരു പ്രശ്നമായി കൊണ്ട് എടുക്കാൻ പറ്റിയിട്ട. പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ തൻസിക്ക എന്നല്ല പറഞ്ഞെങ്കിൽ എത്രയോ ബാക്ക് ഇൻഡസ്ട്രിയിലുണ്ട് ഒരാളാണ്. നമ്മൾ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് 1 year ആയി, ഈ മുഹബത്താണ് ചെയ്തിട്ട് 1 year ആയി. എന്നെ കാണുന്നത് തൻസിക്ക ഇത് കാസർഗോഡ് വന്നിട്ട് നമ്മളൊരു ടീം വർക്കിലാണ് ഫസ്റ്റ് കാണുന്നത്. പക്ഷെ തൻസിക്കാനെ ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ ബാക്കിലുണ്ട ആൾക്കാർ അങ്ങനെ ഒന്നുമല്ല ബിഹേവ്, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇതാക്കും. പിന്നെ നമുക്ക് പേടിയാണെങ്കിൽ അല്ലെങ്കിൽ നെർവസ് ആയെങ്കിൽ ആള് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വന്നാൽ മതി, ഇങ്ങനെ വന്നാൽ മതി, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആള്. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ആള്. ഒപ്പം പാട്ട് അല്ലേ, സ്റ്റേറ്റിൽ ഉൾപ്പെടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടും മറ്റൊക്കെ അല്ലേ. ഈ പാട്ട് രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടി. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ മുമ്പേ പാട്ട് സ്കൂളിലായെങ്കിലും എല്ലാം പാടും. ഈ ഒപ്പന പാട്ട് മറ്റു ചില എല്ലാ പാട്ടും ഞാൻ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അത് കുറേ ലോങ് ആയി. സ്റ്റേറ്റ് കുറച്ച് നമുക്ക് പിന്നെ പോയിട്ട് വരുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് വിട്ടതാണ് ഞാൻ. ഈ ഒപ്പന കായങ്ങൾ അങ്ങനെ എല്ലാം പോയിട്ടുണ്ട്, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ തൻസിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓൺ വോയിസ് പാടുന്നുണ്ടാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പാടിത്തരാം, നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ പാടാന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ച് നോക്കി. തൻസിക്ക പറഞ്ഞു ഓക്കെ പാടാന്ന് പറഞ്ഞിട്ട് താൽ ബോയ്സ് വിഷനിൽ തന്നെ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 2 പേര് നമുക്കിവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്
അത് പാടാൻ പറ്റില്ല. ബിക്കോസ് എന്തെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വന്ന ഒരു പാട്ടിന്റെ ലിറിക്സ് ചേഞ്ച് ആക്കിയിട്ട് തന്നതാണ് എനിക്ക്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പാടിയതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു മധുര സോങ് ആണ് പാടിയത്. അത് ലിറിക്സ് ഓക്കെ. നമ്മൾ ഇനിയിപ്പോൾ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാം അല്ലേ? അതിന് അങ്ങനെ ഒരു മനസ്സിൽ കഥാപാത്രം ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്തത് എൻ്റെ വർക്കിലായിരുന്നു. റൗഡി ബേബി മീൻസ് ഞങ്ങൾക്കൊരു ലൈക്ക് മീൻസ് ഒരു ബോൾഡ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യണം. മീൻസ് ഞാൻ ഒരു നോർമൽ ലൈഫിലായെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൊരു പാവായിട്ട് ഇരുന്നിട്ട് എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പാവായിട്ട് ഇരുന്നിട്ട് നമുക്ക് കിട്ടിയ തിരിച്ചടിയും കുറച്ച് ബോൾഡായിട്ട് നിന്നിട്ട് നമുക്ക് കിട്ടിയ തിരിച്ചടിയും രണ്ടാണ്. അപ്പോൾ നമുക്ക് ബോൾഡ്നെസ് കീപ്പ് ചെയ്യേണ്ട വന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഇപ്പോൾ എൻ്റെ കാര്യമായെങ്കിലും ഫാമിലീസിൻ്റെ കാര്യമായെങ്കിലും നമുക്കൊരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യേണ്ട വന്ന്. അപ്പോൾ ആൾക്കാർ പറയാൻ പലതും ഉണ്ടായിന്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയാൻ പലതും ഉണ്ടായിന് ഈ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുമ്പോഴും. അത് പിന്നെ മുസ്ലിം ഗേൾസ് വരുമ്പോഴേക്കുള്ള ഒരു ഇതാണ്. അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു അവസ്ഥ പ്രകാരം വന്നതാണ്, പാഷനായിട്ട് വന്നതല്ല. പിന്നെ ഒരു ക്രൈസായി അങ്ങനെ ചെയ്ത്. പക്ഷെ ബോൾഡ്നെസ് ആണ് എപ്പോഴും നമുക്ക് ചെയ്യാൻ ഒരു താല്പര്യം. നമ്മളിപ്പോഴും പറഞ്ഞു ഒരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം കൊണ്ടാണ് ഇതിൽ കടന്നു വന്നത്. പിന്നെ അത് സ്വീകരിക്കപ്പെട്ടു, നിരവധി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായങ്ങളിൽ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിനോടുള്ള പല പരാതികളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ചെയ്തു വന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടപ്പോൾ വലിയ ലൈക്ക് കിട്ടിയിട്ടുണ്ട്, വിമർശനങ്ങളായാലും അപൂർവമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കുന്നു? അതന്നെ മുസ്ലിം ഗേൾസ് ആകുമ്പോൾക്ക് പിന്നെ ആൾക്കാർ പറയാൻ പലതും ഉണ്ടാവും. പക്ഷേ ആൾക്കാർ അംഗീകരിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കായെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ള സൈഡായിട്ടുള്ള പിന്നെ ടിക്ടോക്സ് അങ്ങനത്തെ ആയെങ്കിലും ബാക്കിയുള്ള ഡ്രസ്സും കാര്യമെല്ലാം നീറ്റായിട്ടാണ് ചെയ്യുന്നുണ്ട്. പറയാനത്തക്കത്ത ഒരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഫിഡൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആൾക്കാർക്ക് കാണിക്കാൻ പറ്റാത്ത വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പല കമൻസും പല ബാഡ് കമൻസും ടിക്ടോക്ക് ചെയ്യുന്ന മുതലേ ഉണ്ട്. ഓരോന്നും മൈൻഡ് ചെയ്യില്ല. എന്താ പറഞ്ഞെങ്കിൽ പറയുന്ന ആൾക്ക് എന്തും പറയാം. നമ്മളൊരു സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കാതെ ആൾക്കാർ പലതും പറയുന്നത്. പക്ഷെ ഞാനത് എല്ലാം ഞാൻ കേൾക്കൂല. അങ്ങനെ നമുക്കറിയുമല്ലോ, എനിക്കറിയും ഞാൻ എങ്ങനെയുള്ളത്. അതുപോലെ തന്നെ എന്നെ അറിയുന്ന ആൾക്കറിയും. എൻ്റെ ഫ്രണ്ട്സിനായെങ്കിലും എൻ്റെ മെയിൻ എൻ്റെ ഉമ്മക്കായെങ്കിലും ഞാനിപ്പോൾ പോയിട്ട് നൈറ്റാണ് ഞാൻ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഉമ്മക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഞാനിപ്പോൾ വർക്ക് പ്രകാരം കുറേ ഗേൾസിൻ്റെ ഒന്നിച്ചിട്ടില്ല, ബോയ്സിൻ്റെ ഒന്നിച്ചിട്ടാണ് ഞാൻ ഉണ്ടാവല്. മീൻസ് ഡയറക്ഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ബ്രദറിനായെങ്കിലും എൻ്റെ ഉമ്മക്കായെങ്കിലും ഒരു പേടി ഉണ്ടാവില്ല. ബിക്കോസ് എന്നെ അവർക്കറിയും, അതുപോലെ എനിക്കും അറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഓരോരോ സമയത്ത് ഭയങ്കര ടെൻഷനാവും. ടെൻഷനല്ല, ഭയങ്കര കാണാൻ ഭയങ്കര ടച്ചാവും. നമ്മ ഒരു ചെയ്യാത്ത കാര്യം നമ്മളെ കുറിച്ചിട്ട്. എന്തായാലും നമ്മുടെ ഇവിടെ ഈ പ്രേക്ഷകർ ഒരുപാട് പേര്, ആയിരക്കണക്കിന് മാത്രമല്ല അല്ലേ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ താങ്കളുടെ ആൽബങ്ങൾ കണ്ടു, അത് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഈ പിന്നെ താങ്കളുടെ ഫാമിലിയെക്കുറിച്ച് അറിയാൻ. കാരണം താങ്കൾ ഒരുപാട് പറയുന്നത് ഉമ്മയുടെ വലിയ സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ടും കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ്? ഉമ്മാൻ്റെ വലിയ സപ്പോർട്ട് എന്നല്ല, ഉമ്മ ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എൻ്റെ ഉമ്മക്കാരൻ നെഗറ്റീവ് ഒന്നും ചെയ്യൂല എന്നുള്ളത്. ഒരു വർക്കായെങ്കിലും അതിൽ ചെയ്യുന്നത് ആക്ടിങ് ആണ്. നമ്മ പിന്നെ ഒരു ബോയ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ആക്ടിങ് ആയിട്ട് കാണാനുള്ള ഒരു ഇത് അവർക്കുണ്ട്. അത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈസേ ഞാൻ ചെയ്യലുള്ളൂ എന്തും. അപ്പോൾ അതിൽക്ക് പിന്നെ വേറെ നെഗറ്റീവും കാര്യവും അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഫാമിലീസിൻ്റെ മീൻസ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും നോക്കും, അവരെന്താണ് പറയുന്നതെന്ന് നോക്കും. പിന്നെ ബാക്ക് ഫാമിലീസ് അവരെ കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ നോക്കലില്ല. ഓക്കെ. കൂടാതെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ സ്കൂളിൽ കോളേജിലെല്ലാം പഠിച്ച ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതലും. പക്ഷെ ഇപ്പോൾ ഈ ഒരു രംഗത്ത് ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടി, കൂടുതലായിട്ട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇതിൽ കിട്ടിയ ഒരു എന്താ പറയുന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ വർക്ക് വന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ പ്രൊമോഷൻ ചെയ്യാനും ഒന്നിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് കട്ട ഫ്രണ്ട്സ് ഉണ്ട്, അവരുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം കൊണ്ടുപോയിട്ട് സപ്പോർട്ടാക്കി അങ്ങനെ പറയണം. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾ കാണുമല്ലോ വർക്ക്. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് കണ്ടിട്ട് എന്ത് കാര്യം. അൻസിയുടെ ഈ ഇതിലിടപെടലും ഇതിലെ അഭിനയം ഒക്കെ കണ്ടിട്ട് മറ്റു സുഹൃത്തുക്കൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? കാരണം അവർക്കൊരു മോട്ടിവേഷനായിട്ട് തീർന്നിട്ടുണ്ടോ?
വന്നിട്ടുണ്ട്. പക്ഷെ മോട്ടിവേഷൻ ഞാൻ ചെയ്യലില്ല. ബിക്കോസ് ഞാൻ വന്നത് തന്നെ അറിയല്ലോ സമൂഹത്തിന്റെ ഒരു പോക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഇതിലേക്ക് ഞാൻ ചെയ്തിട്ട്, ബിക്കോസ് അവരും വരണമെന്നൊക്കെ ഭയങ്കര നല്ല ഒരു ആഗ്രഹമുണ്ട് ഒന്നിച്ച് അങ്ങനല്ലോ. പക്ഷെ ഞാൻ വന്നതിന് തന്നെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. അപ്പോൾ അവരും കൂടി ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ട് വന്നെങ്കിൽ അതും എൻ്റെ തലക്കാവും. അതുകൊണ്ട് പക്ഷെ വന്നിട്ടുണ്ട്, ഞാൻ കാരണം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആണല്ലോ. കാരണം ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേക്ക് വരണമെന്ന്. വന്നപ്പോൾ ജനങ്ങൾ നമ്മുടെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഒരു വഴികാട്ടിയായിട്ടാണല്ലോ മാറിയിരിക്കുന്നത്. അപ്പം അതിൽ തെറ്റില്ലല്ലോ. കാരണം തെറ്റ് ഇല്ല, തെറ്റ് ആൾക്കാരെ കാണുന്നത് തെറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല, തെറ്റായ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആക്ടിങ്ങിന്റെ ബേസിൽ എടുക്കുന്നവർക്ക് അത് തെറ്റായിട്ട് തോന്നില്ല. പിന്നെ വേറെ കണ്ണിൽ കാണുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഈ നമുക്കറിയാം ആൽബം ഒക്കെയാണ്. ഇപ്പോൾ അതിൽ അതോടൊപ്പം ഈ പാട്ട് പഠിച്ചില്ലെങ്കിലും പാട്ട് ചെയ്തു എന്ന് പറയും, ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിലും. ഇപ്പം അതുപോലെ നൃത്തത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നൃത്തം ഡാൻസ് ഞാൻ സ്കൂളിലെല്ലാം ചെയ്യുന്നുണ്ടായി. സ്കൂളിലെല്ലാം പിന്നെ മെയിനിങ് എന്താ ഒപ്പന അങ്ങനത്തെ എല്ലാം മെയിൻ ചെയ്യുന്നുണ്ടായി. അല്ലാതെയും ഈ സെൻഡ് ഓഫ് അങ്ങനെയെല്ലാം വരുമ്പോഴേക്ക് അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ആവശ്യം വന്നും കളിക്കാനുള്ള സ്റ്റെപ്പെല്ലാം അറിയും, അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്കറിയാം അതോടൊപ്പം കണ്ടത് നമ്മുടെ ഈ ബ്ലോഗ് എഴുത്ത് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേറെ ഒരു ചർച്ച ചെയ്യുന്നതിന് സ്വന്തം സുഹൃത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. സുഹൃത്തിന് പറ്റിയ ചില അബദ്ധങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അത് ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയെങ്കിലും കുറേ ആൾക്കാർ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു ടോക്കായിരുന്നു. അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര എനിക്ക് ഫീലായി. എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വ്യൂവേഴ്സ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേറെ എന്ത് ചെയ്തെങ്കിലും മതി. പക്ഷെ ഞാൻ എന്നോട് പെർമിഷൻ പറഞ്ഞതാണ് അവള്. പിന്നെ നമ്മളെ പോലെ ഇപ്പം എല്ലാവർക്കും ക്യാമറൻ്റെ മുമ്പിൽ വരണമെന്ന് പറ്റൂല. പിന്നെ ഒന്നും എല്ലാവർക്കും ബോൾഡായിട്ട് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നോട് അവള് ഭയങ്കര ടച്ചായിട്ട് പറഞ്ഞ കാര്യമാണ്. ടച്ചായിട്ട് പറയണ്ട, ഞാൻ ഒന്നിച്ചിട്ടുണ്ടായ ആളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഞാനും ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ്. അത്രയും പിന്നെ നല്ലൊരു എന്താ പറയുന്ന പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ല നമ്മളെ പോലെയല്ല, ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു പെണ്ണാണ്. നല്ലൊരു കാര്യം, പഠിത്തം, അങ്ങനെ നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു ഭാവി, അങ്ങോട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഒരു പെണ്ണിൻ്റെ ഫ്യൂച്ചറാണ് ഒരാൾ കാരണം ഇല്ലാതായത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്ത് പറയാനുണ്ട്? ആൾക്കാർക്ക് ഇപ്പവും ബോധമില്ല. ഇപ്പവും കേൾക്കുന്നത് നമ്മ ന്യൂസ് തന്നെ, ഇങ്ങനെ ലവാക്കി ചീറ്റാക്കി, അത് പിന്നെ ആത്മഹത്യ, സ്ത്രീധനത്തിന്റെ പേരിൽ, അങ്ങനെ ആൾക്കാർ കുറച്ച് ചിന്തിക്കുക. നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തന്നിട്ടുണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി. ആൾക്കാർ ഒരു നമുക്ക് ബിഹേവ് കാണുമ്പോൾ നമുക്കറിയില്ല. അത് നല്ല ബിഹേവ് ആണെങ്കിൽ എന്ത് വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് നല്ല രീതിക്ക് ആ ഒരു ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇത് നമ്മളെ മാക്സിമം യൂസ് ചെയ്ത്, നമ്മളെ മാക്സിമം ചൂസ് ചെയ്ത് ലാസ്റ്റ് അവർക്ക് വേണ്ടാതായി, അതൊന്നും ഒരിക്കലും അവിടെ ഉദ്ദേശിച്ചത് അതായിരുന്നു അല്ലേ? കാരണം മറ്റൊരാൾക്ക് പോലും എന്നാളിത് സംഭവിക്കരുത് അതന്നെ. അത് ഞാൻ അത് പക്ഷെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കണ്ടിട്ട് ബാക്കി കുറെ സ്റ്റോറീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അസീത്ത എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, എത്ര ബിസിയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ്, ഞാൻ എത്ര ബിസി ആണെങ്കിലും ഞാൻ എടുത്ത് കാണും എന്ന് പറയുന്നത്. നമ്മളോട് അത്ര ഇതിൽ പറയുന്നതല്ലേ, ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എത്ര ബിസി ഉണ്ടെങ്കിൽ ഞാൻ കാണും. എന്നിട്ട് അവർ പറയും ഇത് പോയിട്ട് യൂട്യൂബിൽ പറയണം, ഞാൻ ഇത്രത്തോളം അങ്ങനെ ഭയങ്കര ടച്ചായിട്ട് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതിന് നെഗറ്റീവ് അടിച്ച ആൾക്കാരുണ്ട്. ഇല്ല, നിർത്തിയിട്ടില്ല. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരാൾ എന്നോട് ടച്ചായിട്ട് ഭയങ്കര ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നിലവിൽ പിന്നെ ഈ ഒരുപാട് ആൽബങ്ങളിൽ വന്നു കഴിഞ്ഞല്ലോ. ഈ സിനിമയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഓഫറുകൾ വന്നിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? എന്താണ്? സിനിമയിലേക്ക് ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പറയില്ല, എനിക്ക് ആക്ടിങ് ഒരു പാഷൻ അല്ല. ഞാൻ ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്ന കാര്യമല്ല ആക്ടിങ്. ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മെയിനായിട്ട് ബിസിനസ്സാണ്. ഇത് പഠിച്ചത് +2 പഠിച്ചത് ബിസിനസ്സാണ്. അപ്പോൾ ആ ഒരു ഷോപ്പ് കാര്യം അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പോലീസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് അതിന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ട്. ഞങ്ങൾക്ക് +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും, അല്ല ഡിഗ്രി 2nd ഇയർ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി 3rd ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SI അങ്ങനെ സെലക്ഷൻ കൊടുക്കാൻ പറ്റും.
പക്ഷെ ഞാനത് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ നോക്കി. പക്ഷെ ആൾക്കാർ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നടക്കാത്തത് കൊണ്ട് അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം, പോലീസ് ആവണമെന്നുള്ള ആഗ്രഹം വന്നെങ്ങനെയാണ്? പോലീസ് ആവണമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ മീൻസ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു പൊസിഷനും ഇല്ലാത്ത സമയത്ത് നമ്മ ഒരു തെറ്റ് കാണുമ്പോക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർ അത് കേൾക്കൂല. നിക്കത് ചെല്ലാനുള്ള അധികാരം നീ ആര്, അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും നമുക്ക്. നാളെ നമുക്ക് അങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു ഗേൾസിൻ്റെ ഈ ബോൾഡ് ഇല്ലാത്ത ഗേൾസ് ഭയങ്കരമായിട്ട് ഇപ്പൊ ഈ നാളില് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കുറേ അങ്ങോട്ട് പോകുന്നതിന് എൻ്റെ കുറേ ഫ്രണ്ട്സും ഇങ്ങനത്തെ ഒരു സൂയിസൈഡിന്റെ അങ്ങനത്തെ എല്ലാം മീൻസ് അവർക്ക് ഒന്ന് വീട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല. പിന്നൊന്ന് അവർക്ക് സമൂഹം എന്ത് വിചാരിക്കും, അവരുടെ റിയാക്ഷൻ. അപ്പോൾ അവർക്ക് ഒരു നിസ്സഹായത അവസ്ഥ. അപ്പം നമുക്ക് നാളെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ തന്നെ ജീവിക്കുന്ന എൻ്റെ ഒരു ചെലവിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി കെയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീമാണ് പോലീസ് ആവാൻ. ഇനിയും അവസരം ഉണ്ടല്ലോ മുമ്പിൽ, കാരണം അവസരം കഴിഞ്ഞിട്ടില്ല, ഒരു പ്രായമോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല, അവസരമുണ്ട്. അങ്ങനെ അതൊരു നിർത്തിവെച്ചോ? ഇല്ല നിർത്തിവെച്ചിട്ടാ ഒരു ചിലപ്പോൾ നമ്മൾ ആ റോളിൽ കണ്ടേക്കാം അല്ലേ താങ്കളെ? ആ റോള് ഇല്ലാതില്ലാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ച മീൻസ് ഞാൻ ഡ്രീം ചെയ്യണോന്ന് വിചാരിച്ചിട്ട് ചെയ്തെങ്കിൽ ചെയ്യാനല്ല എനിക്ക് പറ്റും. PSC എഴുതണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നും പറയുന്നില്ല, നടക്കട്ടെ അല്ലേ, നടന്ന് കാണട്ടെ. നമ്മളിപ്പോഴും ഈ നമുക്കൊരു ആൽബങ്ങളിൽ പൊതുവേ ഈ നമ്മൾ പ്രണയത്തിലത് സക്സസ് ആയത് അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടതൊക്കെയാണ് പലപ്പോഴും കഥാപാത്രങ്ങൾ ഉണ്ടാവുക. സ്വന്തം ലൈഫിൽ പ്രണയമോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിൽക്കുന്നു. പ്രണയം ഉണ്ടായെന്ന് വെച്ചെങ്കിൽ ഇപ്പം ആ പണിക്ക് പോലില്ല. ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായി കുറേ കൊല്ലം മുമ്പ് ഒരു 10th പഠിക്കുമ്പോൾക്ക്. ഇപ്പം എന്താ ആ പണിക്ക് പോവാത്തെന്ന് വെച്ചെങ്കിൽ മീൻസ് മെയിൻ ഒരു ലവ് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുമ്പോൾക്ക് റെസ്ട്രിക്ഷൻസ് ലിമിറ്റേഷൻസ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പറ്റില്ല. പിന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ അത് ചിലപ്പോൾ നമ്മളെ ബോയ് ഫ്രണ്ട് മീൻസ് എൻ്റെ ഫ്രണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് കാണുമ്പോൾ ഒരു പൊസസീവ്നെസ്. അതുകൊണ്ട് ആ പണിക്ക് പോകലില്ല. ഇനി ഉണ്ടാവുമെന്ന് വെച്ചെങ്കിൽ ഉണ്ടാവും ആഫ്റ്റർ നിക്കാ ഇൻഷാ അല്ലാഹ്. ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനെ നല്ലോണം പ്രണയിക്കും. അങ്ങനെ നിക്കാഹിന്റെ കാര്യം കൂടി, വിവാഹത്തെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്ത് നിന്റെ മാരേജിന്റെ കഥ ഒന്നും ഇല്ലേ, കഴിക്കുന്നില്ലേന്ന്. ഫാമിലീസ് ആയെങ്കിലും ഫ്രണ്ട്സ് ആയെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മാരേജ് കഴിക്കാതെ എനിക്കൊരു വഴിയില്ല. ഗേളിൽ നിന്നുള്ള ഒരു ആസ് എ ഗേൾ ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, മാരേജ് കഴിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്ന്. പ്ലാൻ വന്നോന്ന് വെച്ചെങ്കിൽ ലവ് അങ്ങനെ എന്തായാലും നോക്കുന്നില്ല, ലവ് ബേസ് എന്തായാലും നോക്കുന്നില്ല. അന്നെ മനസ്സിലാക്കുന്നത് മീൻസ് എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് മീൻസ് ഞാൻ ഇപ്പോൾ നാളെ ഒരു ബോയിനോട് സംസാരിക്കുമ്പോൾ അതുപോലെ ഫ്രണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയാൽ, അങ്ങനത്തെ ഒരാളെ കിട്ടിയെങ്കിൽ ഞാൻ മാരേജ് അങ്ങനെ ഒരാളെ കാത്തുവെക്കുന്നു അല്ലേ? അങ്ങനെ ഒരാളെ കാത്തുവെക്കുന്നു. ഓക്കെ. ഒപ്പം നമുക്ക് പൊതുവേ ഉള്ള നമുക്ക് ഇഷ്ടപ്പെട്ട നടനോ നടികളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ആരെങ്കിലും സിനിമകളിലൊക്കെ വരും? അങ്ങനെ എനിക്കൊരു ക്രേസ് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഫിലിം കാണല്ലേ ചെയ്യും. ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെ ചോദിച്ചെങ്കിൽ എന്താ പറയണ്ട, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഈ പിന്നെ കോളേജ് ടൈപ്പ് വരുന്ന, ഫ്രണ്ട്സ് ടൈപ്പ് വരുന്ന അങ്ങനത്തെ എല്ലാം ഫിലിം എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒന്ന് പറയാൻ പറഞ്ഞെങ്കിൽ എല്ലാം ഇഷ്ടമാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്? ഭക്ഷണമെങ്കിൽ മെയിനായിട്ട് ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം. അൽഫാം അങ്ങനത്തെ എല്ലാം ഇഷ്ടം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പലപ്പോഴും വന്ന സാഹചര്യം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അഭിനയിച്ച് തെളിയിച്ചിട്ടുണ്ട്, ഒരുപാട് ലൈക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഏതെങ്കിലും വിവാദങ്ങളിലേക്ക് പെട്ടുപോകുകയോ അല്ലെങ്കിൽ പെടുത്തുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ വിവാദമല്ല. ഞാനും എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും ഒരു 8 ആൾക്കാരും പിന്നെ ഗേൾസ് മാത്രം, ഓൺലി ഗേൾസ് ആയിട്ട് നമ്മൊരു ട്രിപ്പ് പോയത് ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ ട്രിപ്പാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 2 days കഴിഞ്ഞിട്ട് വരാം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ വീട്ടിലത്തെ സാഹചര്യം ഗേൾസ് മാത്രം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നിട്ടാണ് ഒരു 100 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് പോയത്. അത് കുറച്ച് പിന്നെ കോസ്റ്റ്യൂമെല്ലാം കുറച്ചൊരു മിലിറ്ററി ടൈപ്പിൻ്റെ ഒരു കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ അതും ബൈക്ക് റൈസ് ആയിട്ട് പോയത്. ഒരു 4 ബൈക്കിൽ 8 ആൾക്കാർ പോയത്. അത് പോയി ഞാനൊരു വ്ളോഗായിട്ട് എൻ്റെ ഒരു ചാനലിൽ പിന്നെ വ്ളോഗായിട്ടിട്ട് അതിലൊരു വോയിസ് ഇൻക്ലൂഡ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊന്നിച്ചിട്ട് വന്ന വോയിസ് പോലും എല്ലാവരും അവരത് ഷൂട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആക്ട് ചെയ്ത് പിന്നെ നമ്മൾ വിട്ട്, നമ്മൾ ഇത്ര ഗേൾസ് മാത്രമേ പോയിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുമ്പോൾ ഫുള്ളായിട്ടുള്ള അവരെല്ലാ കാര്യവും ഞാൻ നോക്കും. ഒരു അവർക്ക് എന്ത് വരുന്ന പോലതും അല്ലെങ്കിൽ അവർ
വേറൊരു തെറ്റിലേക്ക് പോകുന്ന പോലെ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ കൊണ്ടുപോയ മുതൽ വരുന്നത് വരെ ഞാൻ അവരെ അത്ര കെയർ ആക്കും. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ വ്ളോഗെല്ലാം കഴിഞ്ഞ് അത് റിലീസ് ചെയ്തിട്ട് കുറച്ച് നല്ല ലൈക്കും കാര്യങ്ങളെല്ലാം. പക്ഷെ അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയും, അതിലുണ്ട് മുസ്ലിം പെൺകുട്ടികൾ അങ്ങനായി, കൊറോണ വന്നത് അതുകൊണ്ടല്ലേ. കൊറോണനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തതല്ല, അതൊന്നും വന്നതാണ്. പക്ഷെ എനിക്കറിയില്ല, ആൾക്കാർ പറയുന്നുണ്ട് നമ്മ ഇങ്ങനെ ആയത് കൊണ്ടാണ് കൊറോണ ഇങ്ങനെ വന്നതെന്നുള്ളത്. അത് എന്താ അതെങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതിൽ ഭയങ്കര ബാഡ് കമൻറ്റ്സ് കിട്ടി എനിക്ക്. ഭയങ്കര എന്ന് പറഞ്ഞെങ്കിൽ എന്നെയും പറഞ്ഞ്, എൻ്റെ ഫ്രണ്ട്സിനെയും പറഞ്ഞ്, അതും പോരായിട്ട് എൻ്റെ പാരൻസിനെയും പറഞ്ഞ്. ഞാൻ ചെയ്യുന്ന തെറ്റിന് എന്തിനാ എൻ്റെ പാരൻസിനെ പറയുന്നത്? അവർ നോക്കിയിട്ട് അവർക്ക് ഞങ്ങൾ 8 ആൾക്കാരും വീട്ടുകാർ സമ്മതിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അവർക്ക് 8 ആൾക്കും അറിയും നമ്മൾ പോയെങ്കിൽ ഇങ്ങനെ. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് പ്രശ്നം നമുക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി ആ വ്ളോഗെല്ലാം ഇട്ടവിടെ വെച്ച്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളെ ഈ സ്പീച്ച് പറയുന്ന ഉസ്താദ്മാരില്ലേ, ഉസ്താദിൻ്റെ ഏതോ ഒരു നാളിൽ ഇറങ്ങിയ സ്പീച്ച്, കുറച്ച് ഗേൾസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഏതോ ഒരു നാളിൽ ഇറങ്ങിയ ഒരു സ്പീച്ചിനെ നമ്മൾ ഈ വ്ളോഗിൻ്റെ പിന്നെ സൗണ്ട് മ്യൂട്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ട് പബ്ലിഷ് ചെയ്തു. അത് ഏത് മോനെന്ന് എനിക്കറിയില്ല. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ പബ്ലിഷായി. ഗ്രൂപ്പ് തുറന്നെങ്കിൽ അത്, ഇൻസ്റ്റാഗ്രാം തുറന്നെങ്കിൽ അത്, യൂട്യൂബ് തുറന്നെങ്കിൽ അത്, ഫുള്ളായിട്ട് പബ്ലിഷ് ചെയ്ത്. അതിൽ ആ വർക്ക് നല്ലോണം കയറി, ഇതിലിട്ട വർക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സ് കയറി. പക്ഷെ ഭയങ്കര പ്രോബ്ലം ആയില്ലെങ്കിൽ ഞങ്ങൾ 8 ആൾക്കാരിൽ എന്നെ പോലെ തന്നെ എല്ലാവരും ആവണമെന്നില്ല. ഓൾമോസ്റ്റ് ഈ മാരേജ് വരെ ഫിക്സ് ചെയ്ത ആൾക്കാരുണ്ടായിന്. പെൺകുട്ടികളാണെന്ന് കൂടി ചിന്തിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി പബ്ലിഷ് തന്നെ ആൾക്കാർ അതിലെന്നും വിളിക്കുന്നത് ഭയങ്കരമായിട്ട് ബാധിച്ചില്ലെങ്കിൽ അവരെ ആൾക്കാർ വിളിച്ചിട്ട് എന്ത് കഥ അങ്ങനെ ഇങ്ങനെ ചോദിച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇങ്ങനെ പോയത്. അതൊരു 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിന്. അങ്ങനത്തെ അതിനെ കുറിച്ചിട്ട് പറഞ്ഞ് പഠിച്ചോനെ അത് ഭയങ്കരമായിട്ട് വിവാദമായി. പക്ഷെ ഞങ്ങൾ അത് കൊണ്ടുപോയി സൈബറിൽ 8 ആളും കേസ് കൊടുത്തു. അവർ പറഞ്ഞ് നിങ്ങൾ 8 ആളുടെ പേരിലും കേസ് തന്നാൽ മതി, അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആവും, ഗേൾസ് അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ 8 ആളും കൊണ്ടുപോയിട്ട് സൈബറിൽ കേസ് കൊടുത്ത്. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ഈ വാട്സാപ്പിലൊന്നും ലിങ്ക് വഴി ഷെയർ ആയതല്ല, വാട്സാപ്പിൽ ഷെയർ ആയതാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും വിളിച്ചിട്ട് അത് ചോദിച്ച് എന്ത് കഥയെന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു സൈബറിൻ്റെ ഒരു കേസ് ഞങ്ങൾ ഇതാക്കി എന്നുള്ള ഒരു ഇത് വന്നിട്ടാകുമ്പോഴേക്ക് പബ്ലിഷ് ആകുന്നത് നിർത്തി. അതുകൊണ്ട് വലിയൊരു പ്രശ്നം വന്നിട്ടാ. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം വന്നിട്ട് ഞാൻ പറയുമ്പോൾ അത് മൈൻഡ് ആക്കാത്തത് കൊണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കരമായിട്ട് അത് ബാധിച്ച്, ഇതാണ് ഏറെ പ്രയാസപ്പെടുത്തത് അല്ലേ? ഭയങ്കരമായിട്ട് പ്രശ്നമായി. അങ്കല്ല എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര പ്രശ്നം. ഓക്കെ, ഏറ്റവും ദുഃഖം പ്രയാസം ഉണ്ടാക്കിയ കാര്യം അതായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ഏറ്റവും സന്തോഷം നൽകിയ എന്താണ്? ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ സേവനം എന്ന രീതിയിൽ സുഹൃത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ആ വേദനയിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ വരുമ്പോൾ ഈ കാലയളവിൽ ഏറ്റവും ജീവിതത്തിൽ സന്തോഷം തോന്നിയ നിമിഷം? ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറവാണ്, എല്ലാം സാഡസ്റ്റ് മൂമെന്റ് ആണ്. ഇങ്ങനെ ആൾക്കാരെ മുമ്പിൽ ചിരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. കുറച്ചല്ല, പേഴ്സണലി കാര്യമായതുകൊണ്ട് നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റൂല. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന നമ്മുടെ കുറേ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്തു, ഉള്ളത് പറഞ്ഞു. ഈ കാണുന്ന മുഖമല്ല, ചിരിക്ക് പുറകിൽ സങ്കടമുണ്ട്, സ്വാഭാവികമാണ്. എന്നിരുന്നാൽ നമുക്ക് ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഒരു സന്തോഷം തോന്നിയ നിമിഷം? ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എല്ലാ ഗേൾസും ഇപ്പോൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ ഗോൾഡിനായിരിക്കും, ചിലപ്പോൾ ഡ്രസ്സിനായിരിക്കും. ഗേൾസിൻ്റെ ഒരു ടൈപ്പ് അതല്ലേ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയത് എനിക്കൊരു ബൈക്ക് വേണം. ബൈക്കിനോട് ഭയങ്കര ക്രൈസാണ് എനിക്ക്. ഞാൻ എന്നെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടൊരു പണിയെടുത്തിട്ട് ഞാൻ ഒരു ബൈക്ക് എടുത്ത് അല്ല സെക്കൻഡ് ഹാൻഡ് എടുത്ത്. അന്നെങ്കിലും പ്രശ്നമില്ല, എനിക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് വെച്ച് എനിക്ക് വീട്ടിലേക്ക് ചിലവ് കൊടുക്കണം. അപ്പം അതുമല്ലാതെ ഞാൻ പിന്നെ കമ്മീഷനും അങ്ങനെ ഇങ്ങനെയെല്ലാം സൈഡായി എന്തെല്ലാം ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത്. പക്ഷെ അത് എൻ്റെ ബ്രദറിൻ്റെ ആക്സിഡൻ്റ് ആയിട്ട് അത് പോയി. അപ്പം അതിൽ ഭയങ്കര ഞാൻ സാഡായി. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നൊരു വണ്ടി എടുക്കാതെ നടക്കൂല എന്നുള്ളത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പിന്നെ ആ ആക്സിഡൻ്റ് ആയതുകൊണ്ട് അതിനി റീമേക്ക് ആകാൻ പറ്റില്ല, അത് ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് പോയിന്. അങ്ങനെ ഞാൻ എന്താക്കി അത്
പിന്നെ ഷോറൂമിലേക്ക് തന്നെ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ട് ഇൻഷാല്ല ഞാൻ വണ്ടി എടുത്ത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുത്ത് അപ്രിലിയ 160. അതെൻ്റെ എപ്പോഴും മെറിക്കോളം ഉള്ള ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. അത്ര ആഗ്രഹിച്ച് നേടിയതാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നമ്മൾ പറഞ്ഞതിൽ സംസാരിച്ചതിൽ ഏറെക്കുറെ ഒരു സമൂഹത്തിലേക്ക് പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അത് കലാരംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വരുമ്പോഴായിക്കോട്ടെ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം വിമർശനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? കാരണം അവിടെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരിക്കാം അല്ലെങ്കിൽ പലതും ആവാം. അപ്പം അതിനോട് പറയുമ്പോൾ തന്നെ അന്നെ കുറേ ആൾക്കാർ ഞാൻ കുറച്ച് പിന്നെ കമൻസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാറ്റി വെക്കും. ബിക്കോസ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത മീൻസ് നമ്മൾ ചെയ്യാത്ത കാര്യം കൂടി നമ്മൾ പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്നുണ്ട്, ഒരു ടിക്ടോക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് പെൺകുട്ടികളെ ഒന്നും അങ്ങനെ എല്ലാം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ മെയിൻ്റെ ആക്കാതെ വിടുമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അവർക്കത് കണ്ട് ഡിപ്രഷനായി അത് വേറൊരു രീതിയിലേക്ക് മാറി അത് ചിലപ്പോൾ സൂയിസൈഡിലൊക്കെ പോയി ഒരു ജീവനില്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. പറയുന്ന ആൾക്ക് ചെറിയൊരു വാക്കിൽ തീരുന്ന പ്രശ്നമായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്, ഇതാകുന്നുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നോക്കുമ്പോൾ അതിലൊരു 70% കമൻസ് നല്ലതായിട്ടുണ്ടാവും, പക്ഷെ ഒരു 30% ഭയങ്കര ബോറായിട്ടുണ്ടാവും. പക്ഷെ ഞാനത് മൈൻഡ് ആക്കലില്ല. എന്നാലും കുറേ എല്ലാം അല്ല ആൾക്കാരോട് പറയേണ്ടത്, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് ഫാമിലിക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാവേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് പിന്നെ ചിലവിനായെങ്കിലും എന്ന് തരുന്നത് വീട്ടിൽ നിന്ന് പുറത്തല്ല, വീട്ടിൽ നിന്നാണ്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാനാണ് എനിക്കുള്ള ചിലവ് ഞാൻ ജോബ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ തെറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് അത് എൻ്റെ ഉമ്മാക്കും അറിയാം. പിന്നെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ പെൺകുട്ടികളിങ്ങനെ പറയുന്നതിന് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഈ വൾഗറായിട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യലില്ല. തട്ടില്ലെങ്കിലും ഇട്ടെങ്കിലും അത് അവരവരെ പേഴ്സണൽ അല്ലേ, നമുക്ക് തോന്നണം ഇതൊരു ബോറാണ്, ഒരു ഡ്രസ്സിങ് കണ്ടിട്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല. ഞാനിപ്പോൾ നോർമലി ഇടുന്ന ഡ്രസ്സിങ്ങിൽ എന്ന് പറയും, ഞാൻ ബൈക്കിൽ പോകുന്നത് കൊണ്ട് നോർമലി ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് യൂസ് ആക്കില്ല. അതൊക്കെ ഒരിക്കൽ യൂസ് ആക്കിയിട്ട് ഭയങ്കര പണി കിട്ടീന്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഈ ബൈക്കിലെല്ലാം പോകുന്ന സമയത്ത് കോസ്റ്റ്യൂം കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മാറ്റല്. അപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് ഒരു ഡ്രസ്സിങ്ങോ ഒരു ആറ്റിറ്റ്യൂഡോ കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല. പേഴ്സണലി എൻ്റെ ലൈഫിൽ എന്നോട് കുറേ ആൾക്കാർ ഇൻഡസ്ട്രിയിലായെങ്കിലും പുറത്തായെങ്കിലും വീട്ടിൽ നിന്ന് അല്ലായത് ഫ്രണ്ട്സിൻ്റെ ഇടയിലായെങ്കിലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ കാണുമ്പോൾക്ക് അല്ലെങ്കിൽ നിന്നെ ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കാൻ നമുക്ക് വിചാരിച്ചത് നീ ഇങ്ങനൊന്നും അല്ല, ഭയങ്കര ചാടൻ, ഭയങ്കര കാര്യം, ഭയങ്കര അങ്ങനെ പറയാം. പക്ഷെ അടുത്തറിഞ്ഞിട്ട് സംസാരിച്ച ഒരു ഫ്രണ്ടും എന്നെ പറയൂല ഞാൻ ഒരു ചാടാണോ അല്ലെങ്കിൽ ഞാൻ ഒരു അങ്ങനത്താണോ ഇങ്ങനത്താണോ എന്ന് എന്നെ അടുത്തറിഞ്ഞ ആൾക്കാർ പറയൂല. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആരും എനിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഞാൻ കോളേജിൽ നിന്ന് പോലും പുറത്തായത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കിയിട്ടാണ്. അതാണ് എൻ്റെ ഡിഗ്രി പകുതിയിലായത്. പക്ഷെ എനിക്ക് അവരത് ഓക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നതിന് പറ്റിയിട്ട് ഒന്നെങ്കിൽ അത് അന്വേഷിച്ച് എന്താണ് എന്നുള്ളതെങ്കിലും അറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു ന്യൂസ് കിട്ടിയാൽ മതി. അത് ആടേക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് പിന്നെ എന്തെല്ലോ ആയിട്ടുണ്ടാവും. എന്തിനാ അവരവരെ കാര്യം ഞാൻ അങ്ങനെ കുറെ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ പറയും എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങനെ വിടൂല. പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നെങ്കിലോ, പെങ്ങൾക്ക് അങ്ങനെ ചെലവിന് കൊടുക്കേണ്ട ഒരു നിന്റെ പെങ്ങളെ നോക്കാണെങ്കിൽ നീ ഉണ്ട്. ഇപ്പോൾ നാളെ പെങ്ങൾക്ക് നാളെ സാഹചര്യം അങ്ങനെയാണ്, അധ്വാനിക്കണം, വീട്ടിലേക്ക് ചെലവ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ വന്നെങ്കിൽ ഓളും ഇങ്ങനെ ജോബിലേക്ക് ഇറങ്ങൂലേ. ജോബിലേക്ക് പോകുന്നതിന് വരെ സെയിൽസ് ഗേളായിട്ട് മാന്യമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു മാന്യതക്കേട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നീ ചെയ്യൂല വരിക്കോളൂ ഇൻഷാല്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് നമ്മൾ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് നോമ്പ് നില പറയുമ്പോൾ അറിയുമല്ലോ, ഒന്ന് തിന്നാൻ പോലും ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് വരുന്ന സമയത്ത് പോലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോകുന്നുണ്ട്, അങ്ങനെയുണ്ട്. സാഹചര്യം മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എങ്കിലും ഒരു ഇതിൻ്റെ അടുക്ക് ഒരു കമൻറ്റ് കണ്ടിരുന്നു, നീ പിന്നെ എന്ത് 5,000 രൂപക്ക് സെയിൽസ് ഗേൾ ആയിട്ടുണ്ടായ പെണ്ണല്ലേ, അതിലെന്തൊരു മാന്യത കേട് ഞാൻ കാണുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട്
ഞാൻ കട്ടിട്ട് ഓടിക്കാനൊന്നും പോയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ കയ്യിലുണ്ട്. ഫോണായെങ്കിലും ബൈക്കായെങ്കിലും എന്തായെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതിലൊക്കെ ഒരു മാന്യതക്കേടില്ല. പണിയെടുക്കുന്നതിന് പണിയെടുക്കുന്നതിന് മാന്യതക്കേട്. അപ്പൊ ഇവിടെ ഈ ഇങ്ങനെ പറയുന്ന ഒരു സമൂഹം തിരിച്ചിട്ട് ഇത്തരം രംഗത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ അത് മുസ്ലിം സമുദായം ഏത് സമുദായത്തിലും ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പുറത്ത് ആക്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു പുറത്തൊന്ന് സഞ്ചരിച്ചാൽ, ഇപ്പോൾ ബൈക്കിൽ സഞ്ചരിച്ചാൽ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അവർക്കിടയിൽ താങ്കൾ ഒരു റോൾ മോഡലാണ്. ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് നേരായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്തരം ഒതുങ്ങി നിൽക്കുന്നവരോട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇറങ്ങി വരുന്ന എല്ലാവരും ഇൻഡസ്ട്രിക്ക് വരണമെന്നല്ല, പക്ഷെ പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്ക് പലതും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. പെൺകുട്ടികൾക്കും ആഗ്രഹിക്കാലോ, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കാലോ. പക്ഷെ പല ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ആരോ താല്പര്യങ്ങൾക്ക്, ആരോ ഡിസിഷൻസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട്. സത്യം പറയുക, എനിക്ക് അങ്ങനെ എന്തെല്ലാം കേൾക്കാം. എന്നോട് എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്, കാര്യമാണ്. ഈ ഫ്രീഡം ഞാൻ നേടിയെടുത്തത് എൻ്റെ ജീവിത അവസ്ഥയിലൂടെയാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങൾ പാരൻസിനോട് പറയാം. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാം. അത് ഓക്കെ ആണെങ്കിൽ, അത് ഗുഡാണെങ്കിൽ അതിൽക്ക് നിൽക്കാൻ ആൾക്കാരുണ്ടാവും. പിന്നെ സമൂഹത്തിന് അതിനെ നോക്കേണ്ട ആവശ്യമില്ല. നാളെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് നമുക്ക് പറയാനേ ആരും ഉണ്ടാവില്ല. കുറ്റം കണ്ടെങ്കിൽ ആൾക്കാർ പറയാൻ വരും, നല്ലത് കണ്ടെങ്കിൽ നീ ചെയ്തത് നല്ലതാണ്, ഞങ്ങൾ ചെയ്തത് കൊണ്ട് ഞങ്ങൾ അതൊന്ന് പറയാൻ ആരും ഇന്നത്തെ സമൂഹത്തിൽ വരുന്നില്ല. പക്ഷെ നമ്മളൊരു ചെറിയൊരു തെറ്റ് കണ്ടെങ്കിലോ അത് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇഷ്ടമോ, നമുക്ക് എന്താണ് ചെയ്യുന്നത്, അത് നല്ലതാണോ ചെയ്യാം. ഇനിയിപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്, പ്രൊജക്റ്റ് വന്ന വർക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള വർക്ക് കുറച്ചുണ്ട്. ഒരു 1, 2, 3 വർക്ക് ഉണ്ട്. പക്ഷെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ബഡ്ജറ്റ് ഇതാക്കിയിട്ട് അത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു വർക്കായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാരെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചത്. ഇനി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് കൂടി ഒന്ന് 2 വരി മൂളി കൊടുത്താൽ. പാട്ട് അങ്ങനൊന്നും എനിക്ക് പാടാറില്ല, പാട്ടൊന്നും പഠിച്ചില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഒരു താൽ ബോയ്സ് വിഷനിൽ തന്നെ വന്ന ബദറൊത്ത പെണ്ണ് എന്നുള്ളൊരു 4 വരി ഞാൻ പാടാം. ഓക്കെ. ബദറൊത്ത പെണ്ണ് കുതിരത്തെ കൊണ്ട് ഇശലത്തെ മുഖമെന്ന് കണ്ടു ഞാൻ, മുഹബത്തിനാലേ അഴകൊത്ത നിന്റെ ഒളി കണ്ണിൻ മിന്നണ ചേലടി, കനവേറെ കണ്ടു നിൻ ചെഞ്ചോര ചുണ്ടിൽ ചേലത്ത് വിരിയണ പുഞ്ചിരി, മോഹക്കിനാവിൽ എന്നെയുണർത്തും അനുരാഗമാണെൻ്റെ മലരൊളി. ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ആൽബത്തിലേക്ക് വരികയും അഭിനയിച്ച് ജനലക്ഷങ്ങളുടെ സ്വീകാര്യത കൈപ്പറ്റിയ അസി മോളാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്. അഭിനയത്തിൽ നിർത്താതെ, പാട്ടിൽ നിർത്താതെ ജീവിതത്തിൽ ഒരു പോലീസ് ആവണമെന്നും അങ്ങനെ ഒരു ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹം നേടിയെടുക്കുമെന്നും ഒപ്പം സമൂഹത്തിൽ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ കടന്നു വരണമെന്ന വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇവിടെ ഈ അഭിനയത്തപ്പുറം, ആൽബത്തിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം, ഡയറക്ഷന് അപ്പുറം ഇവിടെ അസി മോൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സമയം നമ്മുടെ താൽ ബോയ്സ് ടോക്സിന് അനുവദിച്ചതിൽ നന്ദിയും സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.